بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم زدنا علما. 126 മുതലുള്ള ആയത്തുകളാണ് ഇന്നെടുക്കുന്നത്. ഓതുന്നത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. ولله ما في السماوات وما في الأرض يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفا واتقوا الله لعلكم تفلحون. واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون. 132 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓതിത്തന്ന് കേൾപ്പിച്ചത്. ഇതിൽ 126-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. നമ്മൾ 2 യുദ്ധങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ പരാമർശിക്കുന്നത്. ഏതൊക്കെ യുദ്ധങ്ങളായിരുന്നു? ഒന്ന് ബദർ യുദ്ധം, ഒന്ന് ഉഹദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ച 2 യുദ്ധങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒന്ന് ഉഹദ്. പിന്നെ ഏതാണ് അടുത്ത്? ഹുനൈൻ അല്ലേ? രണ്ടും ഖുർആൻ അതിൻ്റെ കാരണങ്ങളും വ്യക്തമാക്കും. ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആനും ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളും മനസ്സിലാകും. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു നേതൃത്വത്തെ അനുസരണക്കേട് കാണിച്ചു. അതോടൊപ്പം കുറച്ചാളുകൾ കാണിച്ചു. അള്ളാഹ് കൊടുത്തത് ആർക്കാണ് പരാജയം? എല്ലാവർക്കും. ഹുനൈൻ യുദ്ധത്തിലെ ഇത് ആജബത്തുക്കും കസറത്തുക്കും, നിങ്ങൾക്ക് നിങ്ങളെ എണ്ണത്തിൽ വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഒരു ധാരണ സഹാബത്തിന് വന്നപ്പോൾ അള്ളാഹ് ഒന്ന് പിടിച്ചതിൽ ഒരുപാടുണ്ട് എന്നൊരു കിബിർ വന്ന്, ഒരു ചെറിയൊരു കിബിർ വന്നപ്പോഴത്തേക്ക് അള്ളാഹ് സംഘത്തിന് മുഴുവൻ പരാജയം കൊടുത്തു. ഈ ആയത്തുകളിൽ അള്ളാഹു തആല ഉഹദും അതുപോലെ തന്നെ ബദറിനെ കുറിച്ചുമാണ് അള്ളാഹു തആല പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ അന്ന് അത് ഓരോ ഭാഗവും കേൾപ്പിച്ചിരുന്നു. അള്ളാഹു തആല ബദറിൽ മലക്കുകളെ ഇറക്കി. ആ മലക്കുകൾ ഇറക്കിയത് 3000-ഓളം മലക്കുകളെ ഇറക്കി. ഇനി വേണമെങ്കിൽ അടുത്ത ബറ്റാലിയൻ 5000-ൽ പരം മലക്കുകൾ അവിടെ റെഡിയാണ് ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ ഇറങ്ങേണ്ടി വന്നിട്ടില്ല.
ഈ 3000-ഓളം മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബത്തിൻ്റെ കൂടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്തു. എങ്ങനെ ചെയ്തു നമ്മൾക്കറിയില്ല. അള്ളാഹു ആ മലക്കുകളെ ഇറക്കിയത് എന്തിനാണ് എന്നതിനൊരു കാരണം പറയാം. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുഷ്റാ ലക്കും. വമാ ജഅലഹുല്ലാഹു, അള്ളാഹു അതിനെ ആക്കിയിട്ടില്ല, ഇല്ലാ ബുഷ്റാ ലക്കും, നിങ്ങൾക്കൊരു സന്തോഷമായിട്ടല്ലാതെ. ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല മലക്കുകളെ ഇറക്കിയ ആ സംഗതി, ആ വിഷയം എന്തായിട്ടില്ല, ഇല്ലാ ബുഷ്റാ ലക്കും, നിങ്ങൾക്ക് എന്തിനാ അള്ളാഹു അങ്ങനെ സഹായിച്ചത്, ഇല്ലാ ബുഷ്റാ ലക്കും, നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ബുഷ്റ സന്തോഷം, നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമേ അള്ളത് ചെയ്തത്. പിന്നെയോ വലി തത്തുമ ഇന്ന ഖുലൂബുക്കും ബിഹി, വലി തത്തുമ ഇന്ന, സമാധാനത്തിന് വേണ്ടിയും ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ, ബിഹി അതുകൊണ്ട്, വലി തത്തുമ ഇന്ന ഖുലൂബുക്കും ബിഹി, അതുകൊണ്ട് നിങ്ങളുടെ ഖൽബുകൾക്ക് ഒരു സമാധാനം കിട്ടാനും വേണ്ടിയിട്ടാണ്. യുദ്ധത്തിൽ വിജയിക്കാൻ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹ് മലക്കുകൾ ഇറക്കിയത് നിങ്ങൾക്കൊരു സന്തോഷത്തിനും നിങ്ങൾക്കൊരു സമാധാനത്തിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ ബദറിൽ 1000-ഓളം വരുന്ന മുശ്രിക്കുകളോട് ആരാ ജയിച്ചത്? 300-ൽ പരം വരുന്ന സഹാബാകളും കൂടെ റസൂലുള്ളാഹിയും വിജയിച്ചു അല്ലേ? കുറച്ച് സംഘം മാത്രമേ മുസ്ലിം ഭാഗത്തുള്ളൂ. പിന്നെ അള്ളാഹ് 3000 മലക്കുകളെയും കൂടി ഇറക്കിക്കഴിഞ്ഞാൽ അവർ 1000-ത്തിനേക്കാൾ പിന്നെ ഇരട്ടീൻ്റെ മുകളിലായി കഴിഞ്ഞു അല്ലേ? അങ്ങനെ ഒരു കുറേ 3000-ഓളം മലക്കുകൾ വന്നിട്ടും യുദ്ധം ചെയ്തിട്ടും കുറച്ച് മുശ്രിക്കുകളാണെന്നെല്ലാം മരിച്ചുള്ളൂ. 3000 മലക്കുകളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയൊന്നും പോരല്ലോ എന്നൊക്കെ പല രീതിയിലും ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നല്ല മലക്കുകൾ ഇറക്കിപ്പിച്ചത്, മുസ്ലിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ ഈ തഫ്സീറിൽ നിങ്ങൾ കാണാം, ഇബ്നു കസീറൊക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഈ മലക്കുകൾ ഇറക്കിയിട്ട് വേണ്ട യുദ്ധം ജയിക്കാൻ അല്ലേ? അള്ളാഹ്ക്ക് ഇതുപോലെ തന്നെ ബദറിലേക്ക് എല്ലാവരും ഒന്നിപ്പിച്ചിട്ട് എത്തിച്ചിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ടൊന്നും വേണ്ട. ഇസ്ലാമിനെ വിജയിപ്പിക്കാനും കുഫാറുകളെ തകർക്കാനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. അള്ളാഹു എങ്ങനെയാണോ വിചാരിക്കുന്നത് ആ രീതിയിൽ അള്ളാഹ് ചെയ്യുക. ഇന്നും ആധുനിക കാലത്തും ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ഭാഗത്ത് യഹൂദികൾ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നു, ഒരു ഭാഗത്ത് നസ്രാണികൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു, ഒരു ഭാഗത്ത് ഇസ്ലാമിക അഖീദയിൽ നിന്ന് തന്നെ മാറി നിന്ന് എന്നാൽ ലോകത്ത് മുസ്ലിങ്ങളാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന പല കക്ഷികളും അഹ്ലുസുന്നയുടെ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ നിലക്കും പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. എന്തുകൊണ്ട് അള്ളാഹിൻ്റെ സഹായം എത്തുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹ് സഹായിക്കുന്നില്ല? എന്തേ യഹൂദികൾ ഇങ്ങനെ കൊല്ലുമ്പോൾ ഫലസ്തീൻ അള്ളാഹുവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ, എന്തുകൊണ്ട് അവിടെ സ്വസ്ഥമായിട്ട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? പരാജയം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അള്ളാഹിൻ്റെ ഹിക്മത്താണ്. നമ്മളിപ്പോൾ കാണുന്ന ഒറ്റയടിക്കുള്ള വിജയമായിരിക്കും ആര് കാണുന്നത്? അള്ളാഹ് കാണുന്നത്. ഇതുപോലെ പിന്നെ ഏത് ചരിത്രവും അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്, ആ തീരുമാനത്തിലേക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പുറപ്പെട്ടത് യുദ്ധം ചെയ്യാനല്ല, ഒറ്റ ഉദ്ദേശമേ കച്ചവട സംഘം എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ടേക്ക് എത്തരുത്. ആ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിന് പ്രയാസങ്ങളുണ്ടാകും, അത് തടുക്കാനാണ് റസൂലുള്ളാഹ് പോയത്. പക്ഷേ അള്ളാഹ് റസൂലുള്ളാഹിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ആ കച്ചവട സംഘം തടുക്കാനല്ല. ഇങ്ങനൊരു യുദ്ധം ബദറിൽ എന്ത് ചെയ്യണം, നടക്കണം. കുറച്ച് മുസ്ലിങ്ങൾക്കതിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കും, കാഫിര്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. ആരൊക്കെയാണ് നല്ലവർ, ആരൊക്കെയാണ് മാറിത്തിരിഞ്ഞ് നിൽക്കുന്നവർ, അള്ളാഹുവിന് പല ഹിക്മത്തും ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല മുക്കല്ലിഫാണ്. അള്ളാഹു എന്ത് ചെയ്താലും അത് അള്ളാഹ്ക്ക് അധികാരമുള്ളതാണ്. ചില ആളുകളൊക്കെ ചോദിക്കും, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് പിന്നെ എത്ര ആളുകൾ മരണപ്പെടുന്നു, എന്താ ആ ദൈവങ്ങൾക്കും നിങ്ങളെ രക്ഷപ്പെടാൻ സാധിക്കാത്തത് അല്ലേ? ശബരിമലയിലാകട്ടെ മറ്റേതെങ്കിലും ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ തീപിടുത്തം വരും, ചിലപ്പോൾ മറ്റുള്ള വേറെ പല വിഷയങ്ങളും വരും, പല അപകടങ്ങളും വരും. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല? ഈ ചോദ്യം മുസ്ലിങ്ങളിൽപ്പെട്ടൊരു ടീമിനോട് ചോദിച്ചിരുന്നു. എല്ലാവർക്കും പിന്നെ ഷിഫ കിട്ടുന്ന എന്ന് വിശ്വസിക്കുന്ന, അസുഖം മാറുന്നു എന്ന് വിശ്വസിക്കുന്ന അജ്മീറിൽ മുമ്പ് പ്രയാസങ്ങൾ ഉണ്ടായില്ലേ അല്ലേ? ഒരുപാട് ആളുകൾ മരണപ്പെടേണ്ടി വന്നു.
ആ സമയത്ത് ചോദിച്ചിരുന്നു, എവിടെ പോയി നിങ്ങളെ ഷെയ്ഖ് ആ നേരത്ത്? നിങ്ങളൊക്കെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് എവിടെ? ആളുകൾ കത്തിക്കരിഞ്ഞ് മരിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ തിരിച്ചു ചോദിക്കുന്നത്, മുമ്പ് മിനയിൽ തീപിടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾ അള്ളയുടെ, നമ്മൾ അള്ളയുടെ എന്നല്ല ചോദിച്ചത്. അപ്പോൾ തിരിച്ചു ഒറ്റയടിക്ക് മറുപടിയാണ്, നിങ്ങൾ അള്ളയുടെ പോയി എന്ന്. അതുപോലെയാണ് അള്ളാഹിനെ ഒരു സൃഷ്ടിനെ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? അള്ളാഹു മിനയിൽ അന്നാകട്ടെ ഇന്നാകട്ടെ എന്നാകട്ടെ ആര് മരിച്ചാലും, ആര് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാലും, ഏത് പരീക്ഷണത്തിൽപ്പെട്ട് മരണപ്പെട്ടാലും, അള്ളാഹ് ഒരു വിധി ഒരാൾക്ക് നേരെ ഇറക്കിയാൽ അള്ളാഹു നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അങ്ങനെയാണോ മനുഷ്യന്മാർ? അള്ളാഹ് അല്ലാത്ത ബാക്കി ആരും അങ്ങനെ ആകാൻ പാടില്ല. എന്തുകൊണ്ട് അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം അവർക്കിങ്ങനെ ആളുകളെ കരിച്ചു കൊല്ലാനുള്ള വിധിയൊന്നും അവർക്കില്ല. അള്ളാഹിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അള്ളയുടെ പോയി എന്നുള്ള ചോദ്യം അപ്രസക്തം. അതുപോലെ ഞാൻ പറഞ്ഞത് ഈ ഭാഗങ്ങളിലൊക്കെ പടച്ചോന് കുറേ തീരുമാനം ഈ ഭൂമിയിലുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നഹ്നു നുരീദു, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹു യഫ്അലു മാ യുരീദു, അള്ളാഹ് ഉദ്ദേശിക്കുന്ന അള്ളാഹ് എന്ത് ചെയ്യും? നടപ്പാക്കും. നമ്മൾ വലിയ സ്വപ്നമൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങും, നാളെ നേരം പോലത്തെ അങ്ങനാക്കാം ഇങ്ങനാക്കാം, വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ടാകുക. അതാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ. പറഞ്ഞത് അള്ളാഹു തആല ബദറിൽ മലക്കുകളെ ഇറക്കിയത് യുദ്ധത്തിൽ വിജയിപ്പിക്കാൻ എന്ന രീതിയിലല്ല. എന്തിനാണ് അള്ളാഹ് ഇറക്കിയത്? യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും ഹൃദയങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും. കാരണം വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, വമൻ നസ്റു, നസ്റിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയായിരിക്കും. നസ്റു മിൻ അല്ലാഹ് എന്നൊക്കെ സ്റ്റിക്കർ കാണലുണ്ട്, സഹായം, അല്ലേ? വമൻ നസ്റു, സഹായമില്ല, ഇല്ലാ മിൻ ഇൻദില്ല, അള്ളാഹിൻ്റെ അടുക്കൽ നിന്നല്ലാതെ സഹായമില്ല. നോക്ക്, നിങ്ങളെ പറഞ്ഞു പോയിട്ട് എത്ര യോജിച്ച്. മലക്കുകളെ ഇറക്കിയത് യുദ്ധം വിജയിപ്പിക്കാനല്ല. സഹായം മലക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സഹായം കിട്ടുമെന്നൊന്നുമില്ല. സഹായം ആരാ തരേണ്ടത്? അള്ളാഹ്. ഏത് സമയത്തും നമ്മളെ വിളി അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമ്മളത് ചെയ്യൂല. രോഗിയായി, നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു രോഗം വന്ന് നമുക്കോ നമ്മുടെ കുട്ടിക്കോ രോഗം വന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകും. എല്ലാ നാട്ടുകാരും പറയും അവിടെ ശരിയില്ല, നീ ഒന്ന് ദോസരി പോയി നോക്കിയേ, കുറച്ചും കൂടി നല്ല ഉണ്ടാവും, അല്ലേ? അതല്ലെങ്കിൽ ഒന്ന് സായദ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയേ, നിനക്ക് ഇത്ര വലിയ ഇൻഷുറൻസ് കാർഡില്ലേ, അവിടെ പോയിക്കോ, ഇവിടെ പോയിക്കോ, നാട്ടിൽ പോയിക്കോ. ഈ ചികിത്സകളും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ മുഴുവനും എവിടുത്തെ ചിന്തകളാണ്? ഈ ദുനിയാവിൽ അള്ളാഹ് ഏർപ്പെടുത്തിയ കാരണങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഒരു മനുഷ്യനും ഒരു ഉപദേശിക്കുക പോലും ഇല്ല. ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശരീരത്തിൽ വേദന വരുന്നുണ്ടോ, അല്ലേ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് ബിസ്മില്ല 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 എന്ന് 3 തവണ പറഞ്ഞതിന് ശേഷം 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ വേദന അള്ളാഹ് പോക്കിത്തരും. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അല്ലേ? കുട്ടിക്കാണോ രോഗം, ബാപ്പയോ ഉമ്മയോ അല്ലെ കൂട്ടുകാർ ആരാണ് രോഗിയായി കിടക്കുന്നത്, അവൻ്റെ തലേൻ്റെ ഭാഗത്ത് പോയിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് 7 തവണ പ്രാർത്ഥിച്ചോ. ആ രോഗിക്ക് അള്ളാഹ് മരണം വിധിച്ചിട്ടില്ല എങ്കിൽ ആ രോഗം ഷിഫയാകും എന്ന് പറഞ്ഞാൽ സുഖാകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ രോഗം കൊണ്ട് പിന്നീട് ഉണ്ടാകുന്നത് പലതുമായിരിക്കും ഉള്ളിൽ, അതുപോലും അള്ളാഹു എന്ത് ചെയ്ത് കൊടുക്കും? നീക്കി കൊടുക്കും. ഇത് കളവ് പറയാത്ത റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മരണം വിധിക്കാത്ത രോഗിയാണെങ്കിൽ അയാൾക്ക് സുഖപ്പെടും ഇൻഷാ അള്ളാഹ്. പക്ഷെ എത്ര ആൾ ഉപദേശിക്കാൻ പോയിട്ട് നമ്മൾ ചെയ്യലുണ്ടോ ഇത്, അല്ലേ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് സഹായം. സഹോദരങ്ങളെ, നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല, എത്ര വലിയ ഗുളിക കഴിച്ചിട്ടും കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. ആരാ നമുക്ക് ശിഫദാനം ചെയ്യേണ്ടത്? അള്ളാഹ്. ആരാ നമ്മളെ സഹായിക്കേണ്ടത്? അള്ളാഹ്. നമ്മൾ പേടിക്കുന്നത് മുഴുവനും മനുഷ്യന്മാരെയാണ്. നമ്മൾ പേടിക്കുന്നത് മുഴുവനും ഈ ലോകത്തുള്ള ആളുകളെയാണ്. അള്ളാഹിനെ പേടിക്കുന്നില്ല. പക്ഷെ അള്ളാഹ് നമ്മളെ ഡെയിലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. പഠിച്ചോനെ, അഭയമില്ല, രക്ഷാകേന്ദ്രവുമില്ല നിന്നിൽ നിന്ന് നീയല്ലാതെ. അള്ളാഹിനെ നമുക്ക് നന്നായി പേടിയുണ്ട് തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ. ആ പേടിച്ചിട്ട് നമ്മൾ അള്ളാഹിനെ പേടിച്ചിട്ട് വേറൊരു ആളടുത്തേക്കാണോ നമ്മൾ ഓടിപ്പോകേണ്ടത്? ആരുടെ നമ്മൾ പോകേണ്ടത്? കുറ്റങ്ങളെല്ലാം ചെയ്തു പോയാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ, അല്ലേ? പുറത്തേറിനേന്ന് പറഞ്ഞിട്ട് ഈ രക്ഷ കിട്ടാനും നമ്മൾ എങ്ങോട്ടേക്ക് തന്നെയാണ് പോകേണ്ടത്? അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് അള്ളാഹിലേക്ക് പോകണം.
അള്ളാഹിനെ പേടിച്ചു കഴിഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് എങ്ങോട്ടേക്ക് പോകണം? അള്ളാഹിൻ്റെ അടുത്തേക്ക്. ഈ ചിന്ത നമുക്ക് എപ്പോഴും പോകണം. സഹായം അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. മലക്കുകൾ ഇറങ്ങിയത് കൊണ്ടോ വേറെ ഏതെങ്കിലും രീതി സംഭവിച്ചത് കൊണ്ടൊന്നും സഹായം കിട്ടില്ല. അള്ളാഹ് വിചാരിക്കുന്ന സഹായമാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് സഹായം തേടൽ എപ്പോഴും ആരോടായിരിക്കണം? അള്ളാഹിനോട്. നമ്മളൊക്കെ മനസ്സിലാക്കുക, നമ്മുടെ ഉമ്മാനോടും വല്യമ്മാനോടും നമ്മുടെ കുടുംബക്കാരോടൊക്കെ പറയണം. ഒന്ന് വീണാൽ പോലും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ പോട്ടെ, ഹജ്ജിനും ഉംറയ്ക്കും വരുമ്പോൾ നിങ്ങൾക്ക് ഈ മത്താഫ് കാണാം അല്ലേ? തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണാൽ അവിടുന്നും വിളിക്കും നാട്ടിലത്തെ ഷെയ്ഖിനെ. ഇവിടെ ഹെഡ് ഓഫീസ് കിടക്കുക, ഇവിടെ അവിടുന്നാണ് വിളിക്കുന്നത് നാട്ടിലത്തെ ലോക്കലിലേക്ക്. ആ നിലക്ക് ആ മനുഷ്യന്മാർക്ക് സംഭവിച്ചു പോകുന്നു അല്ലേ? പറഞ്ഞില്ലേ, ഇക്കഴിഞ്ഞ ഈ ഹജ്ജിൽ പോലും മിനയിൽ ഇത്ര അധികം ആളുകൾ മരിക്കുന്ന ആ സമയം വന്നപ്പോൾ ഒരു ടെൻറ്റിൽ വെച്ചിട്ട് ഒരു നേതൃത്വം നൽകുന്ന ഒരാൾ പറഞ്ഞ് എല്ലാവരും വിളിച്ചോളിയും ബദരീങ്ങളാ, എന്നാൽ രക്ഷപ്പെടും. ഏത് സമയത്ത് മരിക്കാൻ നോക്കുന്ന ഘട്ടത്തിൽ അല്ലേ? അള്ളാനെ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഏറ്റവും സുവർണ അവസരം കിട്ടുന്ന ഷഹീദിൻ്റെ പദവി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ്. അള്ളാഹു അവർ മരിച്ച എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കിയേ, ഈ നിലക്കാ വരിക. സഹായം സഹോദരങ്ങളെ ലോകത്തൊരു മഹ്ലൂക്കിനെ കൊണ്ടും കഴിയൂല. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കലേ രക്ഷയുള്ളൂ. സഹായം അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇദാ സഅൽത ഫസ്അലില്ല. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ സഹായം നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ. ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ സഹായം തേടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആരോട് സഹായം തേടിക്കോ? അള്ളാഹിനോട്. എന്തൊരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാൽ പോലും ആരോട് സഹായം ചോദിക്കേണ്ടത്? അള്ളാഹിനോട് സഹായം ചെയ്തു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അള്ളാഹ് ഏർപ്പെടുത്തിയ കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന ഡോക്ടർ, ഇന്ന ഗുളിക, ഇന്ന ഹോസ്പിറ്റല്, ഇന്ന മെഡിക്കൽ ഷോപ്പ്, ഇന്ന മരുന്ന്, ഇതൊക്കെ നമ്മൾ അടങ്ങിപ്പോകുന്നത്. അള്ളാഹ് എനിക്ക് തരാൻ വിചാരിച്ചത് ലോകത്താർക്കും മുടക്കാൻ പറ്റൂല. അള്ളാഹ് എനിക്ക് തരണ്ട എന്ന് വിചാരിച്ചത് ലോകത്താർക്കും തരാനും പറ്റൂല എന്ന രീതിയിലുള്ള വിശ്വാസമായിരിക്കണം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. സഹായം അള്ളാഹിൻ്റെ അടുക്കൽ നിന്നല്ലാതെ ആരെടുത്തുനിന്നുമില്ല. എന്നിട്ട് പറയാം, ആരാണ് അള്ളാഹ്? അൽ അസീസ്. അള്ളാഹ് അസീസാണ്, പ്രതാപമുള്ളവനാണ്, പ്രതാപശാലിയാണ്. അൽ ഹക്കീം, യുക്തിമാനുമാണ് അല്ലേ? ഈ പ്രതാപശാലിയായ യുക്തിമാനായ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് മാത്രമേ സഹായങ്ങൾ ഉണ്ടാകൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാതെ ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്നതുകൊണ്ട് മാത്രമല്ല വിജയിച്ചത്. ആരാണ് ബദറിൽ സഹായിച്ചത്? അള്ളയാണ് ബദറിൽ സഹായിച്ചത്. മലക്കുകൾ വന്നിട്ടുണ്ടോ? യുദ്ധത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ കേൾപ്പിച്ചിരുന്നു. ഒരു സഹാബി ഒരു ശത്രുവിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ വാളിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു, മൂക്ക് ചെരിഞ്ഞ നിലയിൽ മുറിക്കപ്പെട്ടത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇത് ആകാശത്ത് നിന്നുള്ള സഹായമാണ്, അഥവാ മലക്കുകൾ വന്ന് യുദ്ധം ചെയ്തതാണ് എന്ന് പറയുന്നു അല്ലേ? റസൂലുള്ളാഹി പറയാണ്, ഈ നിലക്ക് മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്യുകയും ചെയ്തു, മുസ്ലിംക്ക് വിജയം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടോ ഖത്ത മുറിക്കുക, മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് കൂടിയാണ് അള്ളാഹ് മലക്കുകൾ ഇറക്കിയത്. ലിയഖ്ത ത്വറഫൻ, ഒരു പാർട്ട്, ഒരു ഭാഗം മുറിച്ച് കളയാൻ. മിനല്ലദീന കഫറു, കാഫിരിങ്ങളിൽ നിന്ന്, അഥവാ കുഫാറുകളിൽപ്പെട്ട ഒരു ഭാഗത്ത്, ഒരു സംഘത്ത്, ഒരു ടീമിനെ തന്നെ അള്ളാഹ് എന്ത് ചെയ്യാണ്? ബദറിൽ നശിപ്പിച്ച് കളയാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹ് മലക്കുകളെ ഇറക്കിയത്. ഔ യക്ബിതഹും, അല്ലെങ്കിൽ അവരെ ഈ അപമാനിക്കാൻ വേണ്ടിയിട്ട്, അവരെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് അവരെ ഇറക്കിയത്. എന്നിട്ടോ ഫയൻഖലിബു, അവർ തിരിഞ്ഞു പോവുകയും ചെയ്യും. ഖായിബീൻ, ആകെ എല്ലാം നഷ്ടപ്പെട്ട് നിശബ്ദരായി, ഒന്നുമില്ലാതെ പാപ്പർ സൂട്ടായിട്ട് പോകുന്നറിയില്ല നമ്മൾ, ആ നിലക്ക് തോറ്റുപോയത്. അഥവാ ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവരുടെ ടെൻറ്റുകളിൽ കള്ള് കുടിച്ച് ഡാൻസുകൾ ചെയ്ത് അവർ കൂത്താടുകയായിരുന്നു. എന്തേ? 300-ൽ പരം ആളുകളെയുള്ളൂ, നമ്മൾ 1000-ഓളം ആളുകളുണ്ട്. അവരുടെ അടുത്ത് ആയുധങ്ങളില്ല, ആൾബലമില്ല, സാമ്പത്തിക ബലമില്ല, അതുപോലെ തന്നെ കുതിരകൾ കുറവാണ്, ഒട്ടകങ്ങൾ കുറവാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും നാളെ മുഹമ്മദിനെ കൊല്ലാൻ പറ്റുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. നാളത്തോടു കൂടി എന്ത് കഴിഞ്ഞു? മുഹമ്മദ് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു. അങ്ങനത്തെ ആളുകളാണ് ഈ 300 ആളുകൾ ഇറങ്ങി യുദ്ധം ചെയ്യുന്നു. ആ ധൈര്യം നമ്മളും സമ്മതിക്കണം അല്ലേ? ഇന്നത്തെ പോലെ ഒളിച്ച് ഗണ്ണുകൊണ്ട് വെക്കലല്ല അവിടെ. നേരെ മുഖാമുഖം, ശത്രു മുഖാമുഖം മുമ്പിൽ നിൽക്കുമ്പോൾ ആ നിലക്ക് വാളുകൊണ്ടുള്ള യുദ്ധമാണ്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അള്ളാഹ് മതി എന്ന വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ അള്ളാഹു തആല അവരെ സഹായിച്ചു. നമുക്കും പാടാണ്.
നമ്മൾ എപ്പോഴും നോക്കുക അവിടെ പരിപാടിക്ക് എത്ര ആളുണ്ട്, ഇവിടെ എത്ര ആളുണ്ട്, അപ്പോൾ ഒരു ഉഷാറ് അല്ലെങ്കിൽ ഇവർ ഉഷാറ്. ഇതാ നമ്മളെ തീരുമാനം. ഏത് സമയത്തും സഹോദരങ്ങളെ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക, നമ്മളെ ഉദ്ദേശം നല്ലതാണോ എന്ന് നോക്കുക. സഹായം അള്ളാഹ് ആ നിലക്കാ തരിക. എണ്ണത്തിലും വണ്ണത്തിലൊന്നല്ല അല്ലേ, എണ്ണത്തിലും വണ്ണത്തിലും ഒരു കയമ്പും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, അവസാന കാലത്ത് ഈ ഭൂമിപ്പുറത്ത് കുറേ മനുഷ്യന്മാർ വരും, ഇഷ്ടം പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ. അന്ന് റസൂലുള്ളാഹി പറയുക, ശത്രുക്കൾ നിങ്ങളെ കൊത്തിത്തിന്നും. ഭക്ഷണത്തളികയിലേക്ക് വിശപ്പുള്ള സമയത്ത് ആർത്തിയോടെ കൈനീട്ടുന്നത് പോലെ അല്ലേ. നമ്മൾ വേഗം മനസ്സിലാവില്ല. ഉദാഹരണം, ഒരു തളുവേൽ ഭക്ഷണം വെച്ചിട്ട് നമുക്ക് നല്ല വിശപ്പും കൂടി ഉണ്ടെങ്കിലോ, എല്ലാവരും ഏത് നിലക്കാ തിന്നുക, അതൊരു പട്ടിണി കിടക്കുന്ന ആളുകളാണെങ്കിലോ അങ്ങനെ തിന്നുന്നത് പോലെ ഇസ്ലാമിൻ്റെ വൈരികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നിങ്ങളെ കൊത്തിത്തിന്നും. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ അന്ന് കുറേ ആളുണ്ടാവുമല്ലോ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്താ പറഞ്ഞത്? ബല്ലന്തും കസീർ, നിങ്ങൾ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഉസാഉൻ കൗസാ ഇസൈൽ, ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഒഴുകി വരുന്ന ഈ പൊങ്ങുതടികളൊക്കെ ഇല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുകയില്ലേ, വെള്ളം പിന്നെ ഒരുപാട് മഴക്കാലത്ത് വെള്ളം കയറി വരുന്ന സമയത്ത് പലതും വെള്ളത്തിലൂടെ ഒഴുകിപ്പോകും. ആ ഒഴുകിപ്പോകുന്നത് പോലെയായിരിക്കും മുസ്ലിങ്ങൾ. ആളുകൾക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന പാവയായിരിക്കും. അന്ന് നിങ്ങൾക്ക് ന്യൂനതകൾ പിടികൂടും. ഒന്ന് ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ഒന്ന് നിങ്ങൾക്ക് ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, രണ്ട് മരണത്തെ ഭയങ്കര വെറുപ്പുമായിരിക്കും. ഇത് രണ്ടും ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാർ മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ദുനിയാവിനോട് ഇഷ്ടമില്ലേ, മരണത്തോട് വെറുപ്പില്ലേ എന്ന്. ഈ സമൂഹം ഭൂമി പുറത്തുണ്ടാകുമ്പോൾ ശത്രുക്കളെ നിങ്ങളെ തിന്നുകൊണ്ടേയിരിക്കും. ഇനി ഭാവിയിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് വരും എന്നൊന്നും നമ്മൾ പറയൂല ഒരിക്കലും. ഇന്ന് മുസ്ലിങ്ങളെ കൊന്ന് തിന്ന് തീർത്തുകൊണ്ടേയിരിക്കുക. ഇന്ന് ഇസ്ലാമിലെ ശത്രുക്കൾക്ക് പണിയോ ഇല്ല. ആദ്യമൊക്കെ യഹൂദികൾ നമ്മളെ കൊല്ലണമായിരുന്നു. ഇന്ന് യഹൂദികൾ ഉണ്ടാക്കുന്ന ആയുധം, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന ആയുധം മുസ്ലിങ്ങൾ പൈസയും കൊടുത്ത് വാങ്ങും. എന്നിട്ട് ആ ആയുധം കൊണ്ട് മുസ്ലിങ്ങൾ ആരെ കൊല്ലുന്നുണ്ട്? ഇന്ന് മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നുണ്ട്. ആദ്യപ്പണി ആരെയും ചെയ്തത്? ഇത് യഹൂദിയും ക്രിസ്ത്യാനിയും ചെയ്ത പണിയാണ്. അവരായുധപ്പുരകളുണ്ടാക്കി, അവരായുധങ്ങൾ നിർമ്മിച്ച്, അവരായുധം കൊണ്ട് ഒരുപാട് പട്ടാളക്കാർക്ക് ശമ്പളമൊക്കെ കൊടുത്തിട്ട് നമ്മളെ കൊന്നു തീർക്കും. ഇന്നവർക്ക് പണി ഈസിയാണ്. എന്തിനാണോ ഈ സാധനം ഉണ്ടാക്കുക? കച്ചവടം നടക്കുന്നു, ലക്ഷ്യവും നടക്കുന്നു. ഒരു ഭാഗത്തെ പേര് ഇവർ ഇർഹാബിയാണ്, ഇവർ തീവ്രവാദിയാണ്. ഈ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളാരാ? ഈ തീവ്രവാദികൾ നിൽക്കുന്ന നാട്ടിൻ്റെ മെയ്ഡ് ഇൻ സിറിയ ഉണ്ടാക്കുന്നതാണോ ആയുധങ്ങൾ? ഇവരുപയോഗിക്കുന്ന ഇത് ഇസ്ലാം ഇന്ന് ഏറ്റവും നിലവാരത്തിൽ നിൽക്കുന്ന ആയുധങ്ങൾ അതൊക്കെ ഇവർ യൂസ് ചെയ്യാണ്. ഇതാരാ ഇവർക്ക് കൊടുക്കുന്നത്? ഇന്ന് ആരാണോ തീവ്രവാദികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അവരുണ്ടാക്കിയിട്ട് അവർ വിൽക്കുകയാണ് ഈ ആയുധം. എന്നിട്ട് ഇത് രണ്ടും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുക, ഇങ്ങനത്തെ ഒരുപാട് മുസ്ലിങ്ങൾ വരും, പക്ഷേ ഒന്നും കാമ്പുണ്ടാവില്ല, ചാർജ് ഉണ്ടാവില്ല, പൊങ്ങുതടികളെപ്പോലെ. അന്ന് നിങ്ങളെ കൊന്ന് തീർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയും ചെയ്തു അല്ലേ. അവസാനം ഒരു കാലം വരും, എന്തിനാ കൊന്നത് എന്ന് കൊന്നവനും അറിയൂല, എന്തിനാ കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയൂല. നിങ്ങളെ തന്നെ പരസ്പരം കൊല്ലും. അന്ന് അക്കിലുണ്ടാവില്ലേ നബി എന്ന് ചോദിച്ചു. അക്കിലൊക്കെ എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടാകും ആ കാലത്തെ പണ്ഡിതന്മാർക്ക് എന്ന് പറയുന്നു. ഈ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക, ശത്രുക്കൾ, നമ്മൾ ഈ ആയത്തിൽ നിന്നാണ് പോയത്, ശത്രുക്കൾ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ബദറിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വന്നു. കൊച്ചു സംഘത്തിനാണ് അള്ളാഹിൻ്റെ സഹായം വന്നത്. ആ സഹായം വന്ന് മുസ്ലിങ്ങൾക്ക് സന്തോഷത്തിനും പിന്നെ സമാധാനത്തിനും ശത്രുക്കളുടെ ഒരു ഭാഗത്തെ തന്നെ അള്ളാഹു തആലക്ക് നശിപ്പിച്ചു കളയാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ നിരാശരായിക്കൊണ്ട് ഒന്നിനും പറ്റാത്ത രീതിയിൽ അവർ മാറിപ്പോവുകയാണ്. ഇത് ബദറിൽ സംഭവിച്ചു. അഥവാ അള്ളാഹു ശത്രുക്കളെ അപമാനപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിൻ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ബദറിൽ ഇങ്ങനെ മരിച്ചു വീണത് ഇങ്ങനെ കാണുകയാണ് ശത്രുപക്ഷത്ത് നിന്ന് അല്ലേ. മാത്രമല്ല റസൂലുള്ളാഹിനെ ഉപദ്രവിച്ച പലരെയും അള്ളാഹുവിൻ്റെ റസൂൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇത് കാണുക. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിനി ധൈര്യമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കോ, ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ് ഓരോ ശത്രുവും പിടഞ്ഞു വീണ് മരിക്കുന്ന അഥവാ അവർ നശിച്ച് ചത്തുപോകുന്ന സ്ഥലങ്ങൾ പോലും ഞാനിങ്ങനെ കാണുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് കണ്ടു. അത് മാത്രമല്ല, ബദർ യുദ്ധം നടക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2 കൊച്ചു കുട്ടികൾ വന്നത്. ഒരു കുട്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ചെവിയിൽ വന്ന് ചോദിക്കുകയാണ്, ഈ ഐന അബൂജഹൽ, എവിടെയാ അബൂജഹൽ, ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക്? അപ്പോഴുണ്ട് ഈ കുട്ടി കേൾക്കാതെ വേറൊരു കുട്ടി ഇപ്പുറത്ത് വന്നിട്ട് ചോദിക്കുന്നു, ചെവിയിലാ ചോദിക്കുന്ന സ്വകാര്യം,
അബൂജഹൽ എവിടെയാണ് ഒന്ന് കാണിച്ചതാണ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ചെറിയ 2 മക്കൾ നിങ്ങൾക്കെന്തിനാ ഈ അബൂലഹബ്, പിന്നെ ഈ നിങ്ങൾക്കെന്തിനാ അബൂജഹൽ? അപ്പോൾ ഈ കുട്ടികൾ പറയാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഹദീസിൽ കാണാം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെ കാണണം? അബൂജഹലിനെ കാണണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, കാണുന്നില്ലേ ആ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന തടിച്ച മനുഷ്യനാണ് അബൂജഹൽ. ഈ 2 കുട്ടികളും പിന്നെ കാത്തു നിന്നിട്ടില്ല, സ്പീഡിൽ ഓട്ട മത്സരം പോലെ പോകുകയാണ്. അവിടെ നിന്ന് പോയി കൊന്നു. 2 കുട്ടികളും കുത്തി, അറിയാതെ കുത്തി അബൂജഹലിനെ. കുത്തി അബൂജഹൽ പടഞ്ഞ് മരിക്കുക. എന്നിട്ട് ആ കുത്തിയ കുന്തം എടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വരിക, നബിയെ ഞാനാ കൊന്നത് അബൂജഹലിനെ. അപ്പം മറ്റേ കുട്ടി പറയാം, അല്ലേ നബിയെ ഞാനാ കൊന്നത്. അത് അവർക്ക് അത്ര ഒരു അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറഞ്ഞ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തെറി പറഞ്ഞ അബൂജഹലിനെ കൊന്നപ്പോൾ അവർക്ക് അത്ര സമാധാനമായി. അതായിരുന്നു ആ മക്കൾ, അവരെ വളർത്തിയത് അങ്ങനെയാ, അവർ ദീനോട് കാണിക്കുന്ന കൂറെങ്ങനെയാ. ഇന്ന് നമ്മുടെ മക്കൾക്കോ അല്ലേ, കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കൂല, വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ വേറെ സിനിമയിലോ സീരിയലോ സംഭവിച്ചാൽ എല്ലാവരോടും കരഞ്ഞു അല്ലേ. വാട്സപ്പിലൊക്കെ ചിലപ്പോൾ 2 മിനിറ്റുള്ള ചെറിയൊരു ക്ലിപ്പിങ്, ജസ്റ്റ് ഒരു മെസ്സേജ്, എന്തെങ്കിലും അതിനു വേണ്ടി അവർ അഭിനയിച്ചുണ്ടാക്കുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് അപ്പട് കരഞ്ഞു. ഇവൻ്റെ ശരിക്കുള്ള ജീവിതത്തിലോ ഇങ്ങനത്തെ 100 കാണുന്നുണ്ടാവും, അതിനെ അനുഭവിക്കുന്നുണ്ടാവും. എനിക്ക് കഥ വരില്ല. അള്ളാൻ്റെ ദീന് ഇതുപോലെ പരിഹസിക്കപ്പെടുന്നുണ്ടാവും. എനിക്ക് സങ്കടമൊന്നുമില്ല, ഒരു സങ്കടവും എനിക്കില്ല. ഇതായിരുന്നു മുമ്പും നമ്മളും ഇന്നത്തെ മുസ്ലിങ്ങളും അന്നത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അന്ന് എണ്ണത്തിൽ കുറവായിരുന്നു, പക്ഷേ അള്ളാൻ്റെ സഹായമുണ്ട്. ഇന്ന് എണ്ണത്തിലും വണ്ണത്തിലും നല്ലോണം ഉണ്ട്, പക്ഷെ ഉള്ളു പൊള്ളയാണ്. ഇതിന് പുറത്താരും ചിന്ത വേണ്ട. ഈ ക്ലാസ് ഇസ്ലാഹി സെൻറ്റർ നിങ്ങളും കേൾക്കും, ഭാവിയിൽ പല ഭാഗത്തുനിന്നും ആളുകൾ കേൾക്കലുണ്ട്. നമ്മൾ ആര് കേട്ടാലും സഹോദരങ്ങൾ, നമ്മളെ മനസ്സിലൂടെ നമ്മൾ ചോദിക്കുക, ഞാൻ ഉള്ളു പൊള്ളയായ മുസ്ലിമാണോ അല്ല ഉള്ളു കട്ടിയുള്ള മുസ്ലിമാണോ? ഒന്നിനും നമുക്ക് പറ്റൂല. ഇന്ന് നമ്മളെ പന്ത് തട്ടിക്കളിക്കുന്ന പോലെ തട്ടുക. ഇന്ന് നമ്മൾ ബഹിഷ്കരിക്കാൻ പറയും, ഒരുത്തൻ ബഹിഷ്കരിക്കാൻ പറയും, ഓൻ തന്നെ നാളെ കൂട്ടുകയും ചെയ്യും അല്ലേ. എന്തെങ്കിലും സപ്പോർട്ടുണ്ടോ? ഇന്ന് ബഹിഷ്കരിച്ചാൽ അവർ വേറൊരു പേരടിച്ചാൽ അവർക്കറിയാം ഈ മാപ്പിളാർക്ക് ഇത് കിട്ടണമെങ്കിൽ, ഈ മാപ്പിളാർക്ക് ജീവിക്കണമെങ്കിൽ ഇതന്നെ വേണം, നിർബന്ധം ഇത് ചെയ്യും. ഒരു നിലക്കും ആരും പേടിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. നമ്മൾ അത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ലൈസ ലക മിനൽ അംരി ഷൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ലൈസ ലക്, നിനക്കില്ല. ഒരു പ്രയോഗം പഠിച്ചോ, അറബിയിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ലൈസ ലക്. നിനക്കതിൻ്റെ ആവശ്യമില്ല, നിനക്കില്ല. ലൈസ ലക മിനൽ അംരി, അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് അള്ളാഹ് പറയുന്നത്, ലൈസ ലക്, താങ്കൾക്കില്ല നബിയെ, മിനൽ അംരി, അധികാരത്തിൽ നിന്ന്, അതല്ലെങ്കിൽ താങ്കൾക്ക് ഒരു അധികാരവും ഇല്ല. ഷൈഉൻ, ഒന്നും, താങ്കൾക്ക് ഒരധികാരവും ഇല്ല. ഇത് മുഴുവൻ ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹ്. എന്താണ് പറയുന്നത്? ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വിശദീകരിച്ചു, നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചതാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പല്ല് പൊട്ടി, അതുപോലെ അവിടുത്തെ പിന്നെ ശരീരത്തിനൊക്കെ രക്തങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഒരുപാട് സഹാബത്തിന് 70-ൽ പരം അമ്പുകളൊക്കെ ഏൽക്കേണ്ടി വന്നു. റസൂലുള്ളാഹി മരിച്ചു എന്ന കിംവദന്തി പരന്നു. ഒരുപാട് നഷ്ടങ്ങൾ മുസ്ലിം ഭാഗത്തിനുണ്ടായി. ആ സമയത്ത് ഇങ്ങനെയൊക്കെ പല നിലക്കും മുശ്രിക്കീങ്ങൾ മുസ്ലിങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ആഘോഷിക്കുന്ന രംഗം ഉണ്ടായി അല്ലേ. നമുക്കറിയാലോ, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ മയ്യത്തിന് എന്താണ് ഹിന്ദ് ചെയ്തത്? ഹിന്ദ് എന്ന് പറയുന്നത് പെണ്ണാണ്. ആ ഹിന്ദ് ബദർ യുദ്ധത്തിൽ തൻ്റെ കുടുംബത്തിനേറ്റ നഷ്ടത്തിന് പകരം വീട്ടാൻ ഒരാളെ മാത്രം ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് വഹ്ഷിയെ ഏർപ്പെടുത്തിയത്. ഹിന്ദിൻ്റെ അടിമ വഹ്ഷിയെ ഏർപ്പെടുത്തി. ആരെ വഹ്ഷിയെ നോക്കേണ്ട ആവശ്യമുള്ളൂ? ഹംസേന. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യനെ തന്നെ നോക്കുക. അങ്ങനെ വഹ്ഷി ചാട്ടുളി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വീഴ്ത്തി. ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു. ആ മയ്യത്തിൽ നിന്നാണ് അല്ലേ, മയ്യത്ത് കീറി അവിടുത്തെ ശരീരത്തിന് അവയവങ്ങളൊക്കെ പുറത്തേക്കെടുത്ത്, കുടൽമാല പുറത്തേക്കെടുത്തിട്ട് ശരീരത്തിലിട്ട് ചവച്ച് തുപ്പുകയാണ്, അതുപോലെ തന്നെ ഡാൻസുകൾ ചെയ്യുകയാണ്. അത്ര മോശമാക്കി ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത്. ഇതുപോലെ റസൂലുള്ളാഹിക്ക് പല സങ്കടങ്ങളും ഉണ്ടായി. അപ്പോൾ അവർക്കെതിരെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുവാനോ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കെതിരെ ശിക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള സമീപനം സ്വീകരിക്കുന്നു എന്ന നിലക്കാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ കാണുന്നത്.
അഥവാ ഇങ്ങനെയൊക്കെ അവർ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് നീ അർഹമായത് കൊടുക്കണമെന്നോ ആ മുശ്രിക്കീങ്ങൾ ഇത്രത്തോളം നശിപ്പിച്ച മുശ്രിക്കിനെ നശിപ്പിക്കണമെന്നോ എന്തോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ വരാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സുകൊണ്ട് പ്രേരിപ്പിച്ച ഒരു ചിന്ത വന്നപ്പോൾ അള്ളാഹ് അപ്പായത്തിറക്കി ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നിങ്ങൾക്ക് ആ വിഷയത്തിലൊരു അധികാരവും ഇല്ല. ഒരാളെ നശിപ്പിക്കുവാനോ ഒരാളെ അതൊന്നും ആർക്ക് അധികാരമില്ല, നിങ്ങൾക്ക് അധികാരമില്ല. ഔ യതൂബ അലൈഹിം, താബ അല, ആ പദം പഠിക്കണം നമ്മൾ. താബ അല എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുക എന്നാണ്. ഇനിയോ പിന്നെ താബ ഇല എന്നുള്ള പ്രയോഗം ഉണ്ടാവും അറബിയിൽ. താബ ഇല എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതിന് എന്താ പറയുക, താബ ഇല. ഖുർആൻ നിങ്ങൾ ആയത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ താബ അല, അല്ലേ, ആദമും ഹവ്വയും അള്ളാഹിനോട് തൗബ ചെയ്തപ്പോൾ അവിടെയും നിങ്ങൾക്ക് താബ അല എന്നുള്ള പ്രയോഗം കാണാം. താബ അല എന്ന് പറഞ്ഞാൽ തൗബ സ്വീകരിക്കുക എന്ന്, താബ ഇല എന്ന് പറയുന്നത് തൗബ ചെയ്യുക. നബിയെ അവരുടെ വിഷയത്തിൽ അതല്ലെങ്കിൽ കാര്യങ്ങളുടെ അധികാരത്തിൽ താങ്കൾക്ക് ഒന്നുമില്ല. ഔ യതൂബ അലൈഹിം, അല്ലെങ്കിൽ അള്ളാഹ് അവരുടെ തൗബ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്വീകരിച്ചേക്കാം. ഔ അല്ലെങ്കിലോ യുഅദ്ദിബഹും, അള്ളാഹ് അവരെന്ത് ചെയ്തേക്കാം, ശിക്ഷിച്ചേക്കാം. ഫ ഇന്നഹും ളാലിമൂൻ, കാരണം നിശ്ചയമായും അവർ അക്രമികളാകുന്നു. നിങ്ങൾ ഇടപെടേണ്ട ഒരു വിഷയമല്ല ഇത്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ അക്രമികൾക്ക് എന്ത് ചെയ്യും, തൗബ സ്വീകരിക്കും, ചിലപ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, ശിക്ഷിക്കും. അതുകൊണ്ട് ഉഹദ് യുദ്ധം നമുക്കൊരു പാഠം തരുന്നുണ്ട്. പിന്നെ ആരുടെ നേതൃത്വത്തിലാണ് മലേൻ്റെ പിന്നിലൂടെ രണ്ടാമത് വന്നത്? മുസ്ലിങ്ങളെ മൊത്തം ഉഹദ് യുദ്ധം തോക്കാൻ കാരണമുണ്ട്. മലയുടെ മുകളിൽ നിന്ന് കുറച്ച് സഹാബികൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു ടീം ശത്രുപക്ഷത്തിൽ നിന്ന് മലയുടെ പിന്നിൽ കൂടെ വന്ന്, എൻ്റെ കൂടെ ഉംറക്ക് വന്നപ്പോഴൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നത് ഖാലിദ് ബിൻ വലീദ്, അല്ലേ? അദ്ദേഹം തുടങ്ങി വെച്ച രണ്ടാമത്തെ യുദ്ധമാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പരാജയം ഉണ്ടായത്. ഇന്ന് ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്, റളിയല്ലാഹു അൻഹു. എത്ര രാജ്യങ്ങളിൽ പോയിട്ട് ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിൻ്റെ പതാക ഏന്തിട്ട് ഇസ്ലാമിന് വേണ്ടി വിജയം സംഭരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് എന്ത് പറഞ്ഞത്, ഇങ്ങനെ അന്ന് സംഭവിക്കുമ്പോഴത്തേക്ക് ഇവരെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള അധികാരം ആർക്കില്ല, നിങ്ങൾക്കില്ല. അള്ളാഹ് ഉദ്ദേശിക്കണം തൗബ സ്വീകരിക്കും. ഹിന്ദ് കുടൽമാല കൊണ്ട് ഡാൻസ് ചെയ്ത പെണ്ണ, ഹിന്ദ് ആരാ പിന്നെ, റളിയല്ലാഹു അൻഹ, അള്ളാഹിൻ്റെ റസൂലിനെ മുസ്ലിമായി കണ്ട് മുസ്ലിമായി മരിക്കുക, അല്ലേ? സഹാബികൾ അങ്ങനെയല്ലേ, മുസ്ലിമായി കൊണ്ട് നബിയെ കണ്ട് മുസ്ലിമായിട്ട് തന്നെ മരിക്കുന്ന ആളാണ് ആര്, സഹാബി. എല്ലാ സഹാബത്തും എവിടെയാണ്, സ്വർഗത്തിലാണ്. സഹാബത്ത് ചെയ്ത ഒരു പിന്നെ അവരിൽ സംഭവിച്ച ഒരു പിഴവുകൾ നമ്മൾ പറയാൻ പാടില്ല. അവർ ചെലവഴിച്ച ഒരു ദിർഹം നമ്മൾ പർവ്വതക്കണക്കിന് നമ്മൾ ചെലവഴിച്ചാലും അവർ ചെലവഴിച്ചതിൻ്റെ 1000-1 അടുത്ത് പോലും നമ്മൾ എന്ത് ചെയ്യൂല, എത്തൂല. അവർ ഇസ്ലാമിനോട് അത്ര സഹിച്ചതാ. ആദ്യം മുമ്പേ കഴിഞ്ഞു പോയവരവർ. ആ ഹിന്ദു മുസ്ലിമായില്ലേ, പിന്നെ അതിനപ്പുറം ഉണ്ടോ, അല്ലേ? ഹിന്ദു മുസ്ലിമായി, ഖാലിദ് ബിൻ വലീദ് മുസ്ലിമായി, എത്ര ആൾക്കാരങ്ങനെ മുസ്ലിമായി. അള്ളാഹിൻ്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വരിക, പോകുന്നത് എങ്ങനെയായിട്ടാ, മുസ്ലിമായിട്ട്. അതുകൊണ്ടാണ് ഇത് റസൂലുള്ളാഹിനോട് പറയുന്നത്, നബിക്കൊരു തെറ്റു പറ്റിയിട്ട് അള്ളാഹ് തിരുത്തുക. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഇറക്കുക. നമ്മൾക്ക് കൊണ്ട് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തൽ ആൾക്കാർക്ക് പെട്ടെന്ന്, നീ ഒന്നും നന്നാകൂലടോ, നിന്നെ ഒന്നും അള്ളാഹ് ഒരിക്കലും നിനക്കൊന്നും അള്ളാഹ് പുറത്തു തരൂലടോ, നീ ഒന്നും ക്ലാസ്സിന് വന്നിട്ടും കാര്യമൊന്നുമില്ല, നീ ഒന്നും നിസ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒരാളെ നമ്മളായിട്ട് നരകക്കാരുണ്ട് ഉന്തി പറഞ്ഞേക്കല. ഈ പറയുന്ന ആൾ ഔദുൽ കൗസർ കുടിക്കാൻ കാത്തുനിന്ന പോലെ ഉണ്ടാക്കുക, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സംഭവം പറയുന്നില്ലേ, ഒരു നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, ഭയങ്കര തോന്നിവാസിയാണ്. ഒരാളും ഉണ്ടായിരുന്നു, അയാൾക്ക് അറിവില്ല, പക്ഷേ നല്ല തഖ്വയൊക്കെ ഉണ്ട്. അവനെ പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും നാട്ടിൽ അപകടം ഉണ്ടാകുന്നത് മതപരമായ വിഷയത്തിൽ ആലിമ് വേറെയാണ്, മുത്തഖി വേറെയാണ്. ചിലപ്പോൾ ഒരാൾ ക്ലാസ്സൊക്കെ കേട്ട് വയലൊക്കെ കേട്ട് പുസ്തകമൊക്കെ വായിച്ച് നല്ല തഖ്വയൊക്കെ ഉണ്ടാകും, പക്ഷെ അയാൾക്ക് എന്തുണ്ടാകണമെന്നില്ല, ഇൽമുണ്ടാവില്ല എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും. അയാളോടൊരു പോയിട്ടൊരു ഫത്വ ചോദിച്ചാൽ അയാൾ പഠിച്ചവനെ പേടിച്ച് ജീവിക്കുന്നതുകൊണ്ട് എന്തിന് ഹറാം 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫത്വ കൊടുത്തു. ചിലപ്പോൾ അള്ളാഹ് വിചാരിക്കാത്ത ഫത്വയായിരിക്കും, നീ നന്നാകൂലെന്ന് പറയുമായിരിക്കും. ഇതുപോലൊരു നാട്ടിലത്തെ തെമ്മാടിയോട് ഒരു നല്ല മനുഷ്യൻ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എത്ര ഉപദേശിക്കുമ്പോഴും ഈ തെമ്മാടി എന്ത് ചെയ്യുന്നില്ല, ശരിയാകുന്നില്ല. അപ്പോഴാണ് ഒരു ദിവസം പറഞ്ഞത്, അദ്ദേഹം വളരെ വൃത്തിയോട് ചെയ്തപ്പോൾ, നിന്നൊന്നല്ല സ്വർഗത്ത് കയറ്റൂല, അതങ്ങനെ കയറ്റാതിരിക്കട്ടെ എന്നൊരു പദപ്രയോഗിച്ചു. അല്ല നിന്നെ സ്വർഗത്ത് കയറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ല ആ സമയത്ത് ആ ഫാസിക്കിനെ സ്വർഗത്ത് കയറ്റി, ഈ ഉപദേശിച്ചയാളെയോ
അള്ള നരകത്തിലേക്ക് ഇട്ടു. കാരണം സ്വർഗം നരകം ഇതൊക്കെ ആരുടെ അധികാരത്തിൽപ്പെട്ടതാ? അള്ളാൻ്റെ അധികാരത്തിൽപ്പെട്ടതാ. നമ്മൾക്ക് അള്ളത് വിട്ടു തന്നിട്ടില്ല. ആരെ നശിപ്പിക്കണം, ആരെ നന്നാക്കണം ഒക്കെ അള്ളയാ. നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ. എന്താ പണി? ഇല്ലൽ ബലാഗ്, നമ്മൾ എത്തിച്ചു കൊടുത്താൽ മതി, സത്യം പറഞ്ഞു കൊടുത്താൽ മതി. ഓനായിട്ട് ശരിയാക്കണം. അത് ഓൻ്റെ മനസ്സ് നന്നാക്കേണ്ടത് ആരെയാ? അള്ളാഹ് നന്നാക്കണം, അല്ലേ? ഒരാൾക്കും കഴിയും. നമുക്ക് നമ്മളെ മനസ്സെന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്നിട്ടല്ലേ വേറെ ആളുടെ മനസ്സ്? അത് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞത്, നബിയെ ഒന്നുകിൽ അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കും. പുറത്തു കൊടുത്തവരില്ലേ? യുദ്ധത്തിലാണെന്ന് പലർക്കും പുറത്തു കൊടുത്തില്ലേ അള്ളാഹ്, അല്ലേ? ചിലപ്പോൾ അള്ളാഹ് ഉദ്ദേശിക്കണമല്ലോ ശിക്ഷിക്കും. ചിലപ്പം ഇൻഷാ അള്ളാഹ് അള്ളാഹ് ഉദ്ദേശിക്കാണ് ശിക്ഷിക്കും. കാരണം അവരെന്താണ്? ളാലിമീങ്ങളാണ്. രണ്ടാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഞാൻ തമാശക്കല്ല നിങ്ങളോട് ഈ വിഷയം പറഞ്ഞത്. നമ്മളിൽ സംഭവിക്കുന്നൊരു തെറ്റാണ്. അള്ളാഹ് വിധിക്കേണ്ടത് പലപ്പോഴും ആര് വിധിക്കലുണ്ട്? നമ്മൾ വിധിക്കലുണ്ട്. എപ്പോഴും പിന്നെ ഈ ദേഷ്യം നമ്മൾക്ക് പാടില്ല. എന്നാൽ ദേഷ്യം അനുവദിച്ച മേഖല ദീനിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുക? ദേഷ്യം പിടിക്കുക. അത് ഭാര്യനോടും പിടിച്ചാലും ശരി, മക്കളോട് പിടിച്ചാലും ശരി, ഉമ്മാനോട് പറഞ്ഞൊക്കെ ദീനീ വിഷയത്തിൽ നമ്മൾ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ അവരോട് ദേഷ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ആയിഷാ ബിവിയോട് നബി ദേഷ്യം പിടിച്ചില്ലേ? വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ഫോട്ടോ വെച്ചതുകൊണ്ട്. ഇന്ന് ആ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും ദേഷ്യം തന്നെയായിരിക്കും, അല്ലേ? വീട്ടിലത്തെ കാർട്ടൻ്റെ അകത്തൊരു ഫോട്ടോ കണ്ടപ്പോൾ അത് കീറി തലയണയുടെ കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ വീട്ടിൽ കയറിയത്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതും കൊണ്ട് കളിക്കുകയാണ്. അത്യാവശ്യമാണോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക ഇല്ലേ? നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ മാറ്റി വെക്കുക. ഇതൊരു കളിയാണ്. ആ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ദേഷ്യം പിടിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനിന് വേണ്ടി ദേഷ്യം പിടിക്കുമ്പോൾ പോലും പറയുന്ന വാക്ക് സൂക്ഷിക്കണം. അതാണ് ഇവിടെ പറ്റിയത് അയാൾക്ക്. ദീനിന് വേണ്ടിയിട്ടാണ് ദേഷ്യം പിടിച്ചത് ആ കള്ളുടിയനോട്, അത് തോന്നിയാസീനോട്. പക്ഷെ പറയുന്ന വാചകം എന്തായിപ്പോയി? മാറിപ്പോയി. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ഒരാൾക്ക് എപ്പോഴും അടി കിട്ടുകയായിരുന്നു കള്ളു കുടിച്ചതിൻ്റെ പേരിൽ. എപ്പോഴും അടി കിട്ടിയപ്പോൾ ഒരു സഹാബിയോട് പറഞ്ഞു പോയി, എത്ര കാലമായി നിനക്ക് അടി കിട്ടും? നീ നന്നാകാത്ത എന്താ? അഹ്സാക്കല്ല, നിന്നെ അള്ള നിന്ദിക്കട്ടെ, അത് നീ ഒന്ന് നന്നാവൂലോടെന്ന് പറഞ്ഞു. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, ലാ, അങ്ങനെ പറയാൻ പാടില്ല. ഇയാൾ അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ തെറ്റയാളിൽ വരുന്നു. പക്ഷേ ഇയാൾ ആരെ ഇഷ്ടപ്പെടുന്ന ആളാ? അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആൾ. ഇപ്പോൾ ഉപദേശിക്കുമ്പോൾ പോലും, ദീനിന് വേണ്ടി ഉപദേശിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾക്ക് പലപ്പോഴും ഇതില്ല. അള്ളാഹിനോടുള്ള കൂറ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, അത് പാടില്ല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ശിക്ഷിക്കും. നമ്മൾ രക്ഷാശിക്ഷ മുൻകൂട്ടി എന്ത് ചെയ്യണ്ട? നടപ്പാക്കണ്ട. എന്നിട്ട് അള്ളാഹ് പറയാ, ഫ ഇന്നഹും ളാലിമൂൻ, അവർ അക്രമികാരികളാണ്. വലില്ലാഹി, അള്ളാഹുവിനാണ് മാഫിസ് സമാവാതി മാഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതും വമാഫിൽ അർദ്, ഭൂമിയിലുള്ളതും. ആകാശഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹ്ക്കുള്ളതാണ്. യഗ്ഫിറു, അവൻ പുറത്തു കൊടുക്കുന്നു, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയുഅദ്ദിബു, അവൻ ശിക്ഷിക്കുന്നു, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ശിക്ഷയും കൊടുക്കും. കാരണം വല്ലാഹു, അള്ളയാണ് ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹ്. റഹീം, കരുണ കാണിക്കുന്നവനുമാണ്, അല്ലേ? അള്ളാഹ് കരുണാനിധിയുമാണ്. അഥവാ നാളെയുടെ ലോകത്ത് അള്ളാഹ് എല്ലാ മുസ്ലിങ്ങളോടും സ്വർഗ്ഗക്കാരോട് അള്ളാഹ് പ്രത്യേകമായിട്ട് കരുണ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആകാശങ്ങളിലുള്ളതും ഭൂമിയുള്ളതും മുഴുവനും അള്ളാഹ്ക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ അധികാരം ആർക്കാ? അള്ളാഹ്ക്ക്. എന്നിട്ട് അള്ളാഹ് ഈ വിഷയം എന്തിനാന്ന് പറഞ്ഞെന്നറിയ, ഈ അധികാരം എന്തിനാ അള്ളാഹ്ക്ക് എന്ന് പറയാൻ കാരണം, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്ന. അള്ളാഹ് എപ്പോഴും കൂടുതൽ പറയുക, അല്ലേ? നബ്ബി ഇബാദി, റസൂലേ, നബിയെ, എൻ്റെ അടിമകളെ അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? അന്നീ അനൽ ഗഫൂർ റഹീം, ഞാൻ എല്ലാം പൊറുക്കുന്നവനുമാണ്, കരുണാനിധിയുമാണ്. പിന്നെയാ പറയുന്നത് വ അന്ന അദാബി, എൻ്റെ ശിക്ഷ അത് കഠിനമാണ് എന്ന് പിന്നെയാ പറയുന്നത്. അള്ളാഹ് പൊറുക്കാനാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും അള്ളാഹ് ശിക്ഷിക്കുന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക. അള്ളാഹ് നന്നായിട്ട് പുറത്തു തരും. എത്ര കരുണ അള്ളാഹ് നമ്മളോട് കാണിക്കണ്ടല്ലേ? ചില ആൾക്കാരൊക്കെ പരലോകത്തെത്തുമ്പോൾ ഞെട്ടിപ്പോകും നന്മ കാണുമ്പോൾ. എന്തേ ഈ നന്മ വരാൻ കാരണം? തെറ്റ് ചെയ്ത മനുഷ്യരായി വരും. തെറ്റ് ചെയ്തിട്ട് പടച്ചോനെ പുറത്തേറണേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അള്ളാഹ് തെറ്റ് പുറത്തിരുന്ന, അല്ലേ? പക്ഷെ അള്ളാഹ് തെറ്റ് പുറത്തേരുക മാത്രമല്ല ചെയ്യുന്നത്, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ആ തെറ്റുകൾക്ക് പകരം അള്ളാഹ് ഹസനാത്ത് ഇട്ടിരും. ഇപ്പോൾ ഒരു മനുഷ്യൻ കുറേ തെറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ
അവനെന്ത് ചെയ്യാണ്? അള്ളാഹുടെ പൊറുക്കലിനെ തേടുക, എനിക്ക് പുറത്തേറിനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ശരിക്കും ന്യായം എന്ത് മതി, നീതി എന്ത് മതി, അവനെ തെറ്റ് പുറത്തു കൊടുത്താൽ മതി. പക്ഷെ അള്ളാഹ് ആ കനത്തിനനുസരിച്ച് അള്ളാഹ് അവനിക്ക് എന്താ കൊടുക്കുന്നത്? നന്മ കൊടുക്കുകയാണ് അല്ലേ? ഇതാ അള്ളാഹിൻ്റെ അത്ഭുതം. ഇപ്പം നിങ്ങൾ ഇൽമ് തേടിയിട്ടാണ് വന്നത്, അറിവ് തേടിയിട്ട് വന്നു. അള്ളാഹ് നമുക്ക് സ്വർഗത്തേക്കുള്ളൊരു വഴിയാണ് അല്ലേ? ഈ സദസ്സിൽ ഇരിക്കുന്നു, നമ്മളെ തെറ്റ് പുറത്തേറി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ നമ്മൾ മുസ്ലിങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ ഇസ്ലാഹി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇന്നൊക്കെ ആളുകളൊക്കെ കാണാം എന്ന നല്ല ചിന്ത ഉണ്ട് എന്ന് കൂട്ടിക്കോ അല്ലേ? ആ ചിന്ത ഉണ്ടായിട്ടാണ് നമ്മൾ ആണ് വരുന്നത് പെണ്ണ് വരുന്നതെങ്കിൽ എന്താണ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ആകാശത്ത് വെച്ചിട്ട് പറയപ്പെടുകയാണ് നമുക്ക് വേണ്ടിയിട്ട് എന്ത്? തമിനൽ ജന്നത്തി മൻസില, നിനക്ക് സ്വർഗത്തിൽ നിൻ്റെ സീറ്റ് ഉറപ്പായി, നിനക്ക് സീറ്റ് ഉറപ്പായി. എന്തിനാ? ഒരു രോഗീനെ കാണാൻ പോയാലും ഒരു മുസ്ലിമിനെ കാണാൻ പോയാലും. നമ്മൾ പള്ളിക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് വുളൂ ചെയ്യാണ്. വീട്ടിൽ നിന്ന് വുളൂ ചെയ്തിട്ട് ആരെങ്കിലും പള്ളിക്ക് പോകുമ്പോൾ ഒരു കാല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്മകളിങ്ങനെ കൂടുകയാണ്. അതുപോലെ തന്നെ തിന്മകളിങ്ങനെ പുറത്തു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതുപോലെ നമ്മൾ പള്ളിയിൽ കയറി ഇഖാമത്തായിട്ടില്ല, നിസ്കാരം കാത്തു നിൽക്കുക. അപ്പോൾ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇവനോട് റഹ്മത്ത് ചെയ്യണേ, ഇവനിക്ക് പുറത്തു കൊടുക്കണേ. എവിടെയൊക്കെ നമുക്ക് പുറത്തു തരുന്നത്? എത്ര തെറ്റാണ് നമ്മൾക്ക് പുറത്തു തരുന്നത്? രാവിലത്തെ ദിക്റുകളിൽ, വൈകുന്നേരത്തെ ദിക്റുകളിൽ. ഇതാ അള്ളാഹ് നമ്മൾ ഈ ഷിർക്കിൻ്റെ വിഷയമുണ്ടല്ലോ, അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു തരും. ഷിർക്കോ പൊറുക്കുമല്ല. എന്താണ് വിഷയം? ഷിർക്ക് പൊറുക്കൂല എന്നുള്ള ഉദ്ദേശം എന്താണ്? ഷിർക്ക് തൗബ കൊണ്ടേ പൊറുക്കും. ബാക്കി ചില തെറ്റൊന്നും തൗബ ഇല്ലെങ്കിലും അള്ളാഹ് എന്ത് ചെയ്യും? പുറത്തു തരും. ഇപ്പോൾ അറഫ നോമ്പിൻ്റെ കൂലി എന്താണ്? യുകഫിറു സനത്തൽ മാളിയ വൽ ബാക്കിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ തെറ്റിന് പ്രായശ്ചിത്താണ്, വരാനിരിക്കുന്നൊരു കൊല്ലത്തെ തെറ്റിനും പ്രായശ്ചിത്താണ് അല്ലേ? വൻപാപങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ 5 നേരത്തെ നിസ്കാരം, അതിനിടയ്ക്കുള്ള തെറ്റുകൾക്ക് പ്രായശ്ചിത്ത. ഒരു റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ വരെ അതിൻ്റെ ഇടയ്ക്കുള്ള തെറ്റുകൾക്ക് പരിഹാര. ഒരു ഉംറ കഴിഞ്ഞിട്ട് അടുത്ത ഉംറ, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ എത്ര തെറ്റ് സംഭവിക്കുന്നോ ആ തെറ്റുകളൊക്കെ കഴുകിക്കളയാനുള്ള പരിഹാര. എത്ര നന്മ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് അള്ളാഹു ഇതൊക്കെ നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് ആനുകൂല്യമായിട്ട് ഓഫറായിട്ടുണ്ട് അല്ലേ? നമ്മൾക്കറിയാം, നമ്മളാരും ചെയ്യൂല. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ലുലുവിലൊരു 5 കാറ് കൊടുക്കുകയാണ്. ഒരു ചോദ്യം ഉണ്ടാവും, എത്ര ലുലു ഉണ്ട് മൊത്തത്തിൽ? ഉറപ്പാണെങ്കിൽ നമ്മൾ ഉറപ്പ് ചെയ്താണ്. എന്തിനാ? കാറ് കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. എന്നാലും ആരാൻ്റെ ടിക്കറ്റ് വരെ നമ്മൾ ടോക്കൺ വരെ നമ്മൾ മേടിച്ചിട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇടും. അള്ളാഹുവിൻ്റെ റസൂൽ ഉറപ്പ് പറയുക, 5 നേരം നിസ്കരിച്ച് കഴിഞ്ഞ് ഇടയ്ക്കുള്ള തെറ്റിനൊക്കെ പരിഹാരമുണ്ട്, 2 ഉംറയ്ക്ക് ഇങ്ങനെ പരിഹാരമുണ്ട്, പള്ളിയിൽ പോയാൽ ഇങ്ങനെ പരിഹാരമുണ്ട്, രോഗീനെ കാണാൻ പോയാൽ സ്വർഗ്ഗമുണ്ട്, മുസ്ലിങ്ങളെ സന്ദർശിക്കാൻ പോയാൽ അതിനും സ്വർഗ്ഗമുണ്ട്. ആരെങ്കിലും ശ്രദ്ധിക്കലുണ്ട് ഇത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ നമുക്ക് അത്ര ഉറപ്പില്ല. ഇവർ പറഞ്ഞപ്പോഴോ ഭയങ്കര ഉറപ്പായി. കിട്ടുമെന്നില്ല അല്ലേ? ഒരാൾ പറഞ്ഞിരുന്നു, എന്നാലും ഇതൊക്കെ ഞാൻ സൂക്ഷിക്കലുണ്ട്, അഥവാ എന്നെ വിളിച്ചാലോ അല്ലേ? ഈ നിലക്കൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും. പടച്ചോൻ്റെ അള്ളാഹിൻ്റെ കലാം പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പുമില്ല. അള്ളാഹിൻ്റെ റസൂൽ പറയുന്ന നമ്മളെല്ലാവരും സെയിമാ. നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാ, ദൗർബല്യം കൊണ്ടാ അല്ലേ ആ നിലക്ക് സംഭവിച്ചു വന്നു. പക്ഷെ നമ്മളെന്ത് ചെയ്യുക സഹോദരങ്ങളെ? നമ്മൾ ഒരു അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക, എപ്പോഴാണെങ്കിലും മരിക്കും. ഇത്ര ആനുകൂല്യമൊക്കെ അള്ളാഹ് തന്നിട്ട് ഒരാനുകൂല്യം പറ്റാതെയാണ് അള്ളാഹിനെ കണ്ടുമുട്ടുന്നെങ്കിൽ നിങ്ങൾ നോക്കിയേ, എന്ത് ന്യായം നമ്മൾ അള്ളാഹിനോട് പറയുക? റസൂലുള്ളാഹി പറയുന്നില്ലേ, 1000-ൽ എത്ര ആളുകളാണ് നരകത്തിൽ പോകുക? 999 ആൾ നരകത്തിൽ പോകുമ്പോൾ ഒരുത്തൻ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ. ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ട് ഇതൊക്കെ നമുക്കുണ്ട്, ഇങ്ങനെയൊക്കെ കൂലി കിട്ടും. നന്മ ചെയ്യാൻ വിചാരിച്ച് ചെയ്തില്ലെങ്കിൽ കൂലിയാണ്, ചെയ്താലോ കൂലി 10 മുതൽ 700 ഇരട്ടി വരെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. തിന്മ ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ലെങ്കിലോ കൂലിയാണ്. ഒരു മനുഷ്യൻ തിന്മ ചെയ്യാൻ വിചാരിച്ചു, ഒരു തോന്നിയാസം കാണിക്കാൻ വിചാരിച്ചു, കുറച്ച് എന്തിനാ ഇപ്പോൾ കാണിക്കുന്നത്, വേണ്ട അല്ലേ, അവൻ മാറി, അതിനോനിക്ക് എന്താ കിട്ടുന്നത്? കൂലി. തെറ്റുന്ന ഒഴിവായി മാത്രമല്ല ഒരു കൂലി കിട്ടുക. ഇനിയോ ചെയ്ത് ഓനിക്ക് എത്ര കുറ്റി അള്ളാഹ് കൊടുക്കുന്നുള്ളൂ? 1 കൊടുക്കുന്നുള്ളൂ. നന്മ ചെയ്താലോ 10, അങ്ങോട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത്രയും കിട്ടിയിട്ടും 1000-ൽ എത്ര ആൾക്കാരാണ് സ്വർഗത്തിൽ പോകുന്നത്? ഒരുത്തൻ അല്ലേ? മനുഷ്യന്മാർ അത്ര തോന്നിയാസികളാണ്. എത്രത്തോളം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ടെന്നറിയോ? ഞാൻ ഒരു മനുഷ്യനെ പോലെയാണ്, ഒരു തീയിലേക്ക് പോകുന്ന പാറ്റകളെ തടുക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ. ആ പാറ്റകൾ ആ മനുഷ്യനിങ്ങനെ തടുക്കുമ്പോൾ ഈ വിരലിൻ്റെ ഇടക്കൂടെ ഒക്കെ പാറ്റകൾ എന്ത് ചെയ്യും? തീയിലേക്ക് പോകും. നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ പവർ കട്ടിൻ്റെ സമയത്ത് വിളക്കോ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ ഇതേപോലെ തന്നെ പാറ്റകൾ വരും, ചെറിയ പ്രാണികൾ വരും. അതിന് നമ്മളിങ്ങനെ തടുത്താലും നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? തീയിലേക്ക്, സ്വയം നശിക്കും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ നിങ്ങളെ ഊരക്ക് പിടിക്കുന്നുണ്ട്,
മുസ്ലിമേ അത് കാണല്ലേ, മുസ്ലിമേ ഇത് കേൾക്കല്ലേ, മുസ്ലിമേ ഇത് പറയല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ മേലെ കൂടി ഓടിയിട്ട് നമ്മൾ എങ്ങോട്ടേക്കായി ഓടുന്നത്? നരകത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു തആല എല്ലാ തെറ്റും പൊറുക്കുന്നവനാണ്. രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് ഗഫൂറാണ്, അള്ളാഹ് റഹീമാണ്. അല്ലേ? അള്ളാഹ് പറയാണ് ഞാൻ എല്ലാ തെറ്റും പൊറുക്കും. ആളുകൾ ഷിർക്കിലേക്ക് എത്താൻ കാരണം, അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിങ്ങളോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും കാരണം ഈ ഒരു ചിന്ത അള്ളാഹുവിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങളിത് പറയണം നാട്ടിൽ പോയിട്ട്, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ. എന്തിനാ അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പഠിച്ചോന്. പിന്നെ അതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ സിൽസില, അതിൽ ആ നിലക്കൊക്കെ ബർക്കത്തും ഹക്കും ജാവും ബർക്കത്തൊക്കെ പിടിക്കുന്നതിന് ആളുകൾക്കുള്ള ധാരണ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുഴുത്തോന്നിയാസിയ, ഞാൻ അള്ളാഹിനോട് കൈ ഉയർത്തിയാൽ എന്നെ അള്ളാഹ് എന്ത് ചെയ്യൂല, പരിഗണിക്കൂല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കുറേ നല്ലവരായ ആളുകളുണ്ട് ഈ ഭൂമിയിൽ. അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. പഠിച്ചോനിക്ക് ഓരോക്കെ ഇഷ്ടമാണ്. ഞാൻ ഇവരെ ത്വരീക്ക് കൂടേണ്ട അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും, എനിക്ക് പുറത്തു വരും, അല്ലെങ്കിൽ അള്ളാഹ് എന്നെ പറ്റി തൃപ്തിപ്പെടും. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ചങ്ങലയായിട്ട് പണ്ട് കാലത്തൊക്കെ അല്ലേ തലക്കുമ്പുറത്ത് ഖബറിൻ്റെ ഉള്ളിൽ വെക്കുമായിരുന്നു ഒരു കുപ്പിയിൽ ഇങ്ങനെ ചങ്ങല. ഇയാൾ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദ. എന്തിനായി വെക്കുന്ന വിശ്വാസമാണ്? ഖബറിൽ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഈ കുപ്പി കാണുമ്പോൾ കുപ്പീൻ്റെ ഉള്ളിൽ കടലാസ് ഉണ്ടാവും. ഈ മരിച്ച മനുഷ്യൻ മുതൽ മൊഹീദ്ദീൻ ഷെയ്ഖ് വരെയുള്ള പരമ്പര ഉണ്ടാവും. അല്ലേ? നമ്മളെ നാട്ടിൽ മലയാളത്തിൽ എഴുതി പഠിപ്പിക്കുന്ന പുസ്തകത്തിലുണ്ട്, ഖബറിൽ ഇതുപോലെ തന്നെ ചോദ്യം ചോദിക്കാൻ വന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല, ദണ്ട് കൊണ്ടടിക്കുമ്പോൾ ദണ്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇയാൾ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മുരീദായിരുന്നു. ആ മുരീദായപ്പോൾ പിന്നെ അടിക്കാൻ നോക്കും മൊഹീദ്ദീൻ ഷെയ്ഖിനെ പ്രാർത്ഥിച്ചപ്പോൾ പിടിച്ചു കൊണ്ടുപോയതാണ്. മലക്കുകൾ അള്ളാഹിനോട് കംപ്ലൈൻറ്റ് പറയുക, പഠിച്ചവനെ ഭൂമിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞാൽ ഖബറിലേക്ക് മലക്കുകളാണ്. അള്ളാഹ് പറഞ്ഞ ശിക്ഷ നടപ്പാക്കാൻ കഴിയുന്നില്ല, ദണ്ട് കാണുന്നില്ല. അല്ലേ? അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എൻ്റെ മുരീദിങ്ങൾ. അതുകൊണ്ട് അള്ളാഹ് തൽക്കാലം സോൾവാക്കാനാണ്, മധ്യസ്ഥനാക്കുക. നിങ്ങൾ നോക്കിയേ ഇങ്ങനത്തെ കഥ നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകേണ്ടി വന്നത്? നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിനെ പോലെയാണ്. നമുക്ക് നേരിട്ടൊന്നും മുഖ്യമന്ത്രിനെ കാണാൻ പറ്റില്ല, ഇന്നും പറ്റൂല. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിടിക്കണം, സെക്രട്ടറിനെ പിടിക്കണം, അത് മണ്ഡലത്തിൽ പോകണം, താലൂക്കിലെത്തണം, ജില്ലയിലെത്തണം, MLA പിടിക്കണം, മന്ത്രിയുടെ എത്തണം. എത്ര കടമ്പയുണ്ട് അല്ലേ? ഇതുപോലെ അള്ളാഹിനെ സങ്കല്പിക്കുന്ന ആളുകൾ. ഇത് അള്ളാഹി നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചതാ. നമ്മളൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ ഇതായിരുന്നു. എന്തുകൊണ്ട് ആളുകൾ സാധുക്കളാ? അള്ളാഹ് ഞാൻ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് എനിക്ക് എങ്ങനെ പുറത്തു തരാനാ? ഞാൻ കള്ളുപിടിച്ചവനാ, ഞാൻ വ്യഭിചരിച്ചവനാ, ഞാൻ പലിശക്ക് പണം വാങ്ങിയവനാ, ഇതൊക്കെ ആൾക്കാരെ ചിന്ത. അതുകൊണ്ട് അള്ളാഹ് എനിക്ക് പുറത്തു തരൂല. മലയാളത്തിൽ ഈ അടുത്തും ഒരു പുസ്തകത്തിൽ കാണാണ്, നമ്മൾക്കാർക്കും അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ അർഹതയില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആർക്കേ അർഹതയുള്ളൂ? അള്ളാഹിൻ്റെ റസൂലിന് മാത്രമേ അർഹതയുള്ളൂ. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അർഹതയില്ല. അള്ളാഹ് പറയാ ഞാൻ ഗഫൂറാണ്, തെറ്റ് പൊറുക്കുന്നവനാണ്. അല്ലേ? അള്ളാഹ് വേറെ സൂറത്തിൽ അള്ളാഹ് പറയാണ്, വേറൊരു ആയത്തിലൂടെ അള്ളാഹ് പറയാ, പ്രവാചകരെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം മനസ്സുകളോട് എന്ത് തോന്നിയാസം ചെയ്ത മനുഷ്യരോടും പറ റസൂലേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പടച്ചോൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആരും ആശ മുറിഞ്ഞു പോകണ്ട. എന്നിട്ട് അള്ളാഹ് പറ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹ് എല്ലാ തെറ്റും അള്ളാഹ് പൊറുക്കും. ഏതെങ്കിലും ഒന്ന് ബാക്കി വെച്ചോ? അള്ളാഹ് ഷിർക്കും അള്ളാഹ് പൊറുക്കും. എങ്ങനെ? തൗബയിലൂടെ. എല്ലാ തെറ്റും അള്ളാഹ് എല്ലാ തെറ്റും പൊറുക്കുമെങ്കിൽ അള്ളാഹ് എല്ലാത്തൊരിടത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനാ ഈ ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്? എൻ്റെ കൈ അല്ലേ, എത്ര തെറ്റ് ചെയ്താലും ആ നീട്ടുന്ന കൈ നമ്മളെ റബ്ബ് തട്ടൂല, അള്ളാഹ് ഉത്തരം തരും. അതുകൊണ്ടല്ലേ എല്ലാ രാത്രിയും സുബഹിൻ്റെ തഹജ്ജുദിൻ്റെ നേരത്ത് അള്ളാഹ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് എന്ത് ചോദിച്ചാലും തരാം, എന്ത് തൗബ ചെയ്താലും സ്വീകരിക്കാം, എന്ത് ഇസ്തിഗ്ഫാർ മാപ്പ് ചോദിച്ചാൽ ഞാൻ പൂർത്തിയരാമെന്ന് അള്ളാഹ് പറയുക. പക്ഷെ ജനങ്ങൾക്കിടയിൽ പുരോഹിതന്മാർ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ ഒരു അകൽച്ച കീപ്പ്. എന്തിനാണിത്? പുരോഹിത വർഗത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഈ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലരും ഇന്നും ചോദിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, എനിക്കെങ്ങനെയാണ് നന്നാകാൻ പറ്റുക, എനിക്കങ്ങനെ അള്ളാഹ് പുറത്തു തരിക. അതുകൊണ്ടാണ് ഞാൻ ഈ ത്വരീക്ക് സ്വീകരിക്കുന്നത്. അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് തെറ്റ് ചെയ്ത ആൾക്കാർ അള്ളാഹിനോട് ഇറക്കുന്നത് ഇഷ്ടമാണ്. അല്ലേ? റിയാദുസ് സാലിഹീൻ നിങ്ങൾക്കൊരു ഒരു ഹദീസ് കാണാം.
റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് എന്താ നിങ്ങളെ കൊണ്ട് ചെയ്യുക? നിങ്ങളല്ലാഹ് നശിപ്പിക്കും. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹ് നശിപ്പിച്ച് കളയും. എന്നിട്ട് അള്ളാഹ് വേറൊരു സമുദായത്തെ ഭൂമി പുറത്ത് കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? തെറ്റ് ചെയ്യും. എന്നിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യും? പുറത്ത് തരണേ എന്ന് പറയും. ഇതെന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? എല്ലാവരും നാളെ മുതൽ തെറ്റ് ചെയ്തു എന്ന് പറയാനാണോ? അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണെന്നറിയോ? തെറ്റ് ചെയ്തിട്ട് പഠിച്ചോൻ എനിക്ക് പറ്റിപ്പോയി, ആ ചെയ്ത തെറ്റ് എടുത്ത് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി പറയല്ലേ അല്ലേ? നമ്മളോട് തന്നെ നമ്മുടെ മക്കൾ ബാപ്പ എന്നോട് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് തല്ലാൻ തോന്നൂല അല്ലേ? ഒരാൾ ചെയ്ത കുറ്റം നമ്മുടെ മുമ്പിലൊന്ന് സമ്മതിക്കുക. അത്യാവശ്യം നല്ല മനുഷ്യന്മാരാണെങ്കിൽ ഓൻ പുറത്തു കൊടുക്കും അല്ലേ? തീരെ കൺട്രോൾ വിട്ട ആൾക്കാരാണെങ്കിൽ പിന്നെ ശിക്കും. ഇതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആവശ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് പറയണം? പഠിച്ചോണ്ട് ചെയ്ത തെറ്റെടുത്ത് പറയണം. ഇന്ന തെറ്റൊക്കെ സംഭവിച്ചു ഈ പഠിച്ചോനെ, പഠിച്ചോന് മുമ്പ് സമ്മതിച്ചോ? സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അബൂലക ബിദംബി, പഠിച്ചോനെ നീ ചെയ്ത എല്ലാ നിയമത്തും എനിക്കറിയാം, നീ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്, എൻ്റെ തെറ്റ് ഞാൻ നിൻ്റെ മുമ്പ് സമ്മതിക്കുക. നീ നന്മ തരുന്തോറും ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുക. അള്ളാഹ് നമ്മൾക്ക് കാശ് തരുന്തോറും, നമ്മൾ പൈസ തരുന്തോറും നമ്മൾ നന്നാകണം ചെയ്യുന്നത്. നമ്മൾ അള്ളാഹിൽ നിന്ന് മാറുക ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഒന്നും ഇല്ലാത്തവരോ അള്ളാഹിനോട് നന്നായി എടുത്ത്, അള്ളാഹ് തരുന്തോറും നമ്മളിങ്ങനെ അകന്നകന്ന് പോവുക. ഇതാ മനുഷ്യൻ്റെ സ്വഭാവം അല്ലേ? എന്നാലും അള്ളാഹ് പറയാണ് എല്ലാ തെറ്റും പുറത്ത്. എത്രത്തോളം പഠിച്ചോനെനിക്ക് ഇഷ്ടമാണ് അല്ലേ? പഠിച്ചോനെ ഞാൻ നിൻ്റെ റബ്ബാ, നീ എൻ്റെ അടിമയാന്ന് പറഞ്ഞില്ലേ ഒരാൾ, അവൻ്റെ തെറ്റും അള്ളാഹ് എന്ത് കൊടുക്കുകയാണ്? പുറത്തു കൊടുക്കണം. കുഫർ ഏതും അള്ളാഹ് പുറത്തു തരാം. നിങ്ങൾക്കത് നമ്മളെല്ലാവരോടും ഇത് പറയണം. പഠിച്ചോൻ തെറ്റ് പൊറുക്കുന്ന ഒരുത്തൻ അള്ളാഹ് ശിക്ഷിക്കും. എപ്പോഴാണ് ശിക്ഷിക്കുന്നത്? ഇതൊക്കെ അള്ളാഹ് തന്നിട്ടും പിന്നെയും തോന്നിയാസം കാണിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് നമ്മൾ ആ വിഷയം എന്ത് ചെയ്യുക? പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു തആല എല്ലാ നിലക്കും പിന്നെ പൊറുക്കുന്നവനാണ്, റഹീമുമാണ്, കരുണാനിധിയുമാണ്. നാളെയുടെ ലോകത്ത് മുസ്ലിം പിന്നെ സ്വർഗ്ഗക്കാരോട് അള്ളാഹു തആല പ്രത്യേകമായിട്ട് കരുണ കാണിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹിസ്ബ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഞാൻ ചോദിക്കാൻ തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് ലാസ്റ്റ് പറഞ്ഞ വിഷയം റബ്ബിൽ നിന്ന് ആളുകൾ അകന്നു മാറുന്നത്, അതിൽ ഒരു കാരണം ഇതാണ്. നമ്മൾ അത് ക്ലിയർ ചെയ്യുക, നമ്മളത് പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, എന്നിട്ട് അവസാനിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. തീർച്ചയായും മുസ്ലിങ്ങളെ സ്വർഗത്തിൽ പോകും. മുസ്ലിങ്ങളെ എന്നല്ല, അമല് ചെയ്തോരേ സ്വർഗത്തിൽ പോകും. മുസ്ലിങ്ങളായിട്ട് 1999 1999 ആളുകൾ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരാളാണ് സ്വർഗത്തിലേക്ക് പോകുക. അത്രയും കുറവായിരിക്കും. മുസ്ലിമായിരിക്കും, കാഫിറായിരിക്കും, പലരുമായിരിക്കും. മനുഷ്യൻ പലരും പിന്നെ നരകത്തിൻ്റെ ശിക്ഷ കഴിയുമ്പോൾ ആളുകൾ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തും. അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ നരകത്തിലാരാ? അല്ല, നരകത്തിൽ ഏറ്റവും മുനാഫിക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആണോ പെണ്ണോ? സ്ത്രീകൾ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിലാരാ? സ്ത്രീകളാ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിലും സ്ത്രീകളാ. എന്തുകൊണ്ട് സ്ത്രീകളാകുന്നു? നരകത്തിലെ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ? സ്ത്രീകൾ തന്നെയായിരിക്കും. ഇപ്പം പല കിസും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ഈ ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കണ്ട. വേറെ ഡൗട്ടിനെ ചോദിക്കുക. 8 കവാടങ്ങൾ. 8 കവാടങ്ങൾ. പക്ഷേ സ്വർഗത്തിന് 100 ദർജകളുണ്ട്. സ്വർഗത്തിന് 100 ദർജ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പദവി ഉയരുന്തോറാണ്. നരകത്തിന് ദർക്കുകളാണ്, താഴെത്തട്ടാ. മുകളിൽ കിടക്കുന്ന സ്വർഗത്തിൽ മുകളിൽ കിടക്കുന്ന ഏറ്റവും സുഖം, നരകത്തിൽ പിന്നെ ഏറ്റവും താഴെ കിടക്കുന്നവനക്ക് ഏറ്റവും വലിയ കഠിനമായ ശിക്ഷയുണ്ടാവും. മുകളിൽ കിടക്കുന്നവന് കുറച്ച് ശിക്ഷ കുറവായിരിക്കും. ഏറ്റവും ചെറിയ ശിക്ഷ നമ്മൾ അതൊന്നും നിസ്സാരാക്കേണ്ട. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? 2 ചെരുപ്പ് തരും അല്ലേ? ആ ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് പൊട്ടി പുറത്തേക്ക് വരും. പിന്നെന്താ? അള്ളാഹു നമുക്കാക്കട്ടെ. എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണത്.
സ്വർഗത്തിൽ ആണുങ്ങൾക്ക് ഇന്നതുണ്ട്, സ്വർഗത്തിൽ ആണുങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ആകർഷിക്കപ്പെടുന്ന രീതിയിൽ പിന്നെ സുന്ദരികളായ സ്ത്രീകളൊക്കെ ആണുങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയും അല്ലേ. അള്ളാഹു ആലം. നമ്മളതാ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിലും എന്താ സ്വർഗം നമ്മൾക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തിൽ റുമ്മാനുണ്ട്. ഇന്ന് കാണുന്ന ഈ പകുതി ചോപ്പും പകുതി ഉണങ്ങിയ റുമ്മാൻ നമ്മളെ മനസ്സിലുണ്ടാക്കുക. അല്ല എന്തിനാണ് സ്വർഗത്തിൽ റുമ്മാൻ, സ്വർഗത്തിൽ നിന്ന പഴങ്ങൾ എന്നൊക്കെ നമ്മളോട് പറഞ്ഞത്? നമുക്കറിയാത്തൊരു പഴത്തിൻ്റെ പേര് പറഞ്ഞാൽ നമുക്കൊരു വൈകാരികത വരില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇതുപോലെ ആണുങ്ങൾക്ക് സ്വർഗത്തിൽ ഇന്നതൊക്കെ ഉണ്ട്, പെണ്ണിനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തിനാ പിന്നെ ഇനിയിപ്പോൾ ഒരു പെണ്ണിനോട് പറയാം അല്ലേ, എല്ലാ പണ്ഡിതന്മാരും കൊടുക്കുന്ന ഉത്തരം ഞാൻ നിങ്ങൾക്കും തരുന്നത്. ഒരു പെണ്ണുങ്ങളോടും ഖുർആനിൽ പറയാണ്, നിങ്ങൾ നല്ലപോലെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ മസിലൊക്കെ ഉള്ള ആണുങ്ങളെ കിട്ടുന്ന ഒന്നും അവർക്ക് തോന്നൂല. സ്ത്രീകൾക്ക് അള്ള കൊടുത്ത പ്രകൃതത്തിൽ അതൊന്നും ഒരിക്കലും തോന്നൂല. എന്നാൽ ആണുങ്ങൾക്ക് എന്ത് കിട്ടുന്നോ എല്ലാം പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകും. പക്ഷേ എന്താണോ ഒരാണിനോട് പറയാണ് അല്ലേ, കുറേ അള്ള നരകത്തിൻ്റെ അതാപ് പറയും, നന്നാകൂലെങ്കിൽ സ്വർഗത്തിൽ ഇന്നതൊക്കെ സുഖം കിട്ടുന്നുണ്ട്, അങ്ങനെയെങ്കിലും നന്നാകട്ടെ എന്ന് കരുതി ആ ആണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഒന്ന് കേൾക്കുമ്പോഴോ ഒന്ന് കാണുമ്പോഴോ ഒക്കെ അവന് അത് ഫീൽ ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് അത് പറ്റാത്തത് കൊണ്ടാണത് വർണ്ണിക്കാത്തത്. അതല്ലാതെ സ്ത്രീകളല്ല എന്ത് ചെയ്യുന്നു, ഒരിക്കലും തഴയുന്നില്ല. അള്ളാഹു ഏറ്റവും കഠിനമായി ഏറ്റവും ആണിനേക്കാളും പെണ്ണിനോട് പറഞ്ഞില്ലേ, ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പോയിക്കോ എന്നുള്ള ആരോടാ പറഞ്ഞത്? പെണ്ണിനോടാ. 5 നേരം നിസ്കരിച്ചാൽ മതി, റമദാനിൽ നോമ്പെടുത്താൽ മതി, ഭർത്താവിനനുസരിച്ചാൽ മതി. സ്വർഗത്തിൽ ഇന്ന വാതിലെന്നല്ല, നിനക്ക് ഏതാണോ ഇഷ്ടം അതിലൂടെ പോയിക്കോ. അത്ര അതിലും വലിയ ആനുകൂല്യം എന്താ? ആ വാതിലിൻ്റെ പ്രത്യേകതകൾ അല്ലേ, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ 2 ദർജകൾ തമ്മിലുള്ള സ്വർഗത്തിൻ്റെ വ്യത്യാസം എന്താ? ആകാശഭൂമിയിൽ എത്ര വ്യത്യാസം ഉണ്ടെന്നറിയോ? അത്ര വ്യത്യാസമുണ്ട്. അള്ളാഹു നമ്മൾ സ്വർഗത്തെപ്പറ്റി പഠിക്കണം ശരിക്കും. സ്വർഗത്തിൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിലൊക്കെ ഉണ്ട്, നമ്മളത് വായിക്കണം അല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിൽ ഉമറിൻ്റെ കൊട്ടാരം കണ്ടപ്പോൾ റസൂലൊക്കെ കയറാൻ തോന്നിപ്പോയി. ഉമറിനോട് വന്ന് പറഞ്ഞു, ഉമറെ ഞാൻ സ്വർഗത്തിൽ നിൻ്റെ കൊട്ടാരം കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്കതിൽ കയറാൻ തോന്നിപ്പോയി. പക്ഷെ ഞാൻ നിൻ്റെ കൊട്ടാരത്തിൽ കയറിയാൽ നിനക്കത് ഇഷ്ടാവൂലേ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കയറിയിട്ടില്ല. റസൂല കരഞ്ഞിട്ട് ഉമർ പറയുക, എനിക്ക് എന്ത് വെറുപ്പാ റസൂല എൻ്റെ കൊട്ടാരത്തിൽ നിങ്ങൾ കയറി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉമർ അള്ളാഹിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയാ, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വടിക്കഷ്ണം കിട്ടി, സ്വർഗത്തിലൊരു വടിക്കഷ്ണം വെക്കുന്ന സ്ഥാനം റസൂൽ എന്താ പറഞ്ഞത്? ഹൈറും മിനദ് ദുനിയ വ മാ ഫീഹ അല്ലേ, ഭൂമിയിലുള്ളതിനേക്കാളും അത് ഹൈറ. അങ്ങനത്തെ സ്വർഗത്തിൽ ഉമറെ നിനക്കൊരു കൊട്ടാരുണ്ട് എന്ന് പറയാം. എൻ്റെ മനസ്സിൽ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്യുന്ന അഥവാ എനിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിൽ പ്രസ് ചെയ്യുന്നൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. ഒരു മുസ്ലിമിനെ സന്ദർശിക്കുന്ന വിഷയം നമ്മളെപ്പോഴും നിസ്സാരമായിട്ട് നമ്മൾ കാണുകയാണ്. ഒരാളെ കാണാൻ പോകുക അല്ലേ, മൻ ആദ മരിയൽ, എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ, ഔ സാറ അഹൻ ലഹൂലില്ല, അള്ളാൻ്റെ കൂലിക്ക് വിചാരിച്ചിട്ട് ഒരു മുസ്ലിമായ ഒരാളെ സന്ദർശിച്ചാൽ, രോഗമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലാറ്റിൽ നിന്ന് അടുത്ത ഫ്ലാറ്റിലേക്ക് പോകുക, അവൻ മുസ്ലിമാണ്, തക്വയുള്ളവനാണ് അല്ലേ, പോയാൽ എന്താ അത് പറയപ്പെടുകയാണ്, അൻ ത്വിബ്ത, നീ നന്നായിരിക്കുന്നു, വത്വാബ മംഷാക്ക, നിൻ്റെ നടത്തോ നന്നായിരിക്കുന്നു, വതബവ്വ ഇത്ത, നീ ഒരുക്കിക്കഴിഞ്ഞു, മിനൽ ജന്നത്ത്, നിനക്കൊരുക്കിക്കഴിഞ്ഞു, മിനൽ ജന്നത്ത്, സ്വർഗത്തിൽ, മൻസില, ഒരു ഭവനം. സ്വർഗത്തിൽ ഇരിപ്പിട ശരിയായി. എന്തോ ചെയ്യുന്നത്? 10 റിയാൽ കൊടുക്കേണ്ടി വന്നോ? ഒരാളെ കാണാൻ പോയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾ ഈ സെൻറ്റർക്ക് വരുമ്പോൾ ഈ ഉദ്ദേശമാണെങ്കിൽ ഇത് കിട്ടും. എന്താ കിട്ടുന്നത്? കിട്ടുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുക, നമ്മൾ അതിനേക്കാളും വലിയ വിഡ്ഢിയുണ്ടോ? ലോകത്ത് എന്ത് കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ? നമുക്ക് അള്ളാഹിൻ്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞില്ലേ? നിങ്ങൾ ആ ഉമറിൻ്റെ സംഭവം കണ്ടില്ലേ? ഉമർ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ആ കൊട്ടാരം ഞാൻ കാണാം അല്ലേ. ഓരോന്നും ഇന്ന് നമ്മൾ ഈ ഗ്ലാസ് ലിഫ്റ്റുകളൊക്കെ ഈ അടുത്ത് വന്നതാണ്, വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ അല്ലേ. പിന്നെ എന്താ ലിഫ്റ്റിൻ്റെ പ്രത്യേകത? അതെന്തിനാണ് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ അത് വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഈ സ്ഫടികം പോലെയുള്ള ലിഫ്റ്റുകളില്ലേ, അതെന്തിനാണ് അങ്ങനെ വെക്കുന്നത്? അതിൽ കയറുന്ന ആളുകൾ സുഖിച്ച് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ 4ഉം 5ഉം അല്ലെ 10ാം നിലയിലൊക്കെ ആയിരിക്കും റെസ്റ്റോറൻറ്റ് അല്ലേ, ഫുഡ് കോർട്ടുകളൊക്കെ അവിടെ ഉണ്ടാകുക. അതിലേക്ക് ഇങ്ങനെ പോകുക. അതുപോലെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ റഹ്മാനിയൻ്റെ പുറത്ത് റോഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. എന്തിനാണ് ആ സീനറി ഉണ്ടാക്കുന്നത്? പുറത്ത് അത്ര സുഖത്തിൽ നിൽക്കാത്ത ആളുകൾ, ഇച്ചിരി ചൂടൊക്കെ കൊണ്ട് നിൽക്കുന്ന ആളുകൾ അതിൻ്റെ മുകളിലത്തെ ആൾക്കാരെ സുഖം ഇങ്ങനെ കാണുക.
അവിടെ സുഖിച്ചു നിൽക്കുന്ന ആളുകൾ ഇത്രയൊന്നും സുഖം കിട്ടാത്ത ആൾക്കാരെ താഴെയും കാണുക. ഇതുപോലെ സ്വർഗത്തിലുണ്ട് അല്ലേ? എന്താണ് അവരുടെ പ്രത്യേകത? രാത്രി കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും കള്ള കൊടുക്കുന്ന എന്താണ്? ഇതുപോലെയുള്ള ചില അറകളുണ്ട്. ആ അറകൾ ഇവർ പുറത്തേക്ക് കാണും. നമ്മളെത്രയൊന്നും സുഖം കിട്ടാത്തവരെ പുറത്തുള്ളവർ ഓരേയും കാണും. നമ്മളെക്കാളൊക്കെ സുഖം കിട്ടുന്ന ആൾക്കാരാണ്. നോക്കിയേ അല്ലേ? ഇതാണ് സ്വർഗം. വലിയ സ്വർണത്തിൻ്റെ പൈപ്പ്, സ്വർണത്തിൻ്റെ ഒരു മോതിരയല്ല, വലിയ സ്വർണത്തിൻ്റെ വലിയ പൈപ്പുകളുണ്ട്. നമ്മൾ കാണുന്ന പൈപ്പുകളില്ലേ, ഒരു ഭാഗത്ത് വെള്ളീൻ്റെ പൈപ്പുണ്ട്. ആ സ്വർണത്തിൻ്റെ പൈപ്പ് കൂടെ ഒരു പാലിൻ്റെ അരുവി ഒഴുകുക സ്വർഗത്തിൽ. പാലിൻ്റെ അരുവി. ഒരു ഭാഗത്തൂടെ തേനിൻ്റെ അരുവി. തേൻ ഇങ്ങനെ ഇങ്ങനെ ഒലിക്കുകയല്ല, അതൊരു പുഴയായിരുന്ന രീതിയിൽ ഒലിക്കുക അല്ലേ? അതാണ് സ്വർഗത്തിൽ കിട്ടുന്നത്. ഇരിക്കുന്നത് നമ്മൾ ഹൽ അത്താലിൽ ഇൻസാനി ഹീന മിന ദഹർ നിർബന്ധമായിട്ട് വായിക്കണം. അത് മതി ആ സൂറത്ത്. ജനിക്കുന്നത് മുതൽ മരിച്ച് സ്വർഗത്തിനെ കുറിച്ചൊക്കെ എന്തൊക്കെ അതിൽ പറയുന്നല്ലേ. നിങ്ങൾ ഇരിക്കുക, നമ്മൾ തലയിലിടക്ക് ഇങ്ങനെ മാമ്പഴങ്ങളും മുന്തിരിക്കുലകളൊക്കെ നമ്മുടെ തലയിലെടുത്ത് വരിക. കൊച്ചുമക്കൾ, ആ കൊച്ചുമക്കൾ നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകണം. ഇന്ന് അതിനൊക്കെയാണ് എന്താണോ ഖുർആനിൽ പറഞ്ഞത് അതൊക്കെയാണ് ഇന്ന് വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ കൊച്ചുമക്കളെ കൊണ്ട് പ്ലേറ്റ് കുടിപ്പിക്കുക, മിഠായി കുടിപ്പിക്കുക ഒക്കെ. ആ സുഖങ്ങൾ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുകയാണ്. നമ്മൾ പറയും ഇങ്ങനെയൊക്കെ സ്വർഗത്തിലുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷേ നമ്മൾ അമല് ചെയ്യുന്നില്ല. ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടുന്ന വിശ്വാസം അത് ചെയ്യണ്ടേ? ഞാനൊരു കൂപ്പൺ പൂരിപ്പിച്ചാൽ എനിക്ക് ഒരിക്കലും ഉറപ്പില്ല ഇത് കാറ് കിട്ടുന്നു, പക്ഷേ നമ്മൾ പിന്നെയും പൂരിപ്പിക്കണ്ടല്ലോ. നമ്മൾ ആക്കിയത് എന്താ? അവിടെ അങ്ങനെ ആയിപ്പോന്ന്, ഇവിടെ ഇങ്ങനെ ആയിപ്പോന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് ആണിനോടും പെണ്ണിനോടും ഒക്കെ പറയുക, സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് മനസ്സിലൊരു വാശി വേണം, എനിക്ക് സ്വർഗം കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് നന്നാകാൻ പറ്റും. അതാ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് നന്നാകാനൊക്കെ ഉണ്ടാവും. എൻ്റെ ഇന്ന തെറ്റുണ്ട്, പക്ഷേ ഞാൻ ആ തെറ്റ് തിരുത്തിയാൽ എനിക്ക് എങ്ങനെ കുടുംബത്തിൽ ജീവിക്കാം എന്ന ചിന്തയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, സ്വർഗം എനിക്ക് കിട്ടുമോ ഇല്ലേ? നീ വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അവസാനിപ്പിക്കില്ലെങ്കിൽ സ്ത്രീയാണ്. ഹൗർലീൻ എന്നല്ല, ശരിക്കും ഹൗർ ഐൻ. ഹൗറുൽ ഐൻ എന്നത് പറഞ്ഞ് എന്താ ഇപ്പോൾ ഏതാണ്? പിന്നെ അള്ളാഹിൻ്റെ പൂർണ്ണത അള്ളാഹിൻ്റെ അടുത്താണുള്ളത് ഈ സ്വർഗത്തിൽ. പിന്നെ ഇവിടുത്തെ ഭാര്യ ഭർത്താവ്, ഇനി അതല്ല, ഒരു നേരത്തെ ചോദിച്ചതുപോലെ ഭർത്താവ് നരകത്തിൽ പോകുന്ന പെണ്ണുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ എന്ത് ഇഷ്ടപ്പെട്ടാലും കൊടുക്കുമല്ല. എല്ലാം എന്ത് പറഞ്ഞു? ഇല്ലാമാ ഷാ അള്ളാഹ് ഉദ്ദേശിച്ചതൊഴികെ എന്ന രീതിയിലാണ് മാറുക. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.